അപ്പണോ സുഷമാചോർ പ്രചാരോ കരുവാപ്പായി ആസിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ വന്നവരാണോ? ഞാൻ ചോദിച്ചു അത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനൊരു കടുവാ കുഞ്ഞിനെ കൊണ്ടുവന്നേക്കുക. ഫയർ എഞ്ചിൻ വരുന്നത് കണ്ട് എല്ലാവരും ഫയർ എഞ്ചിനെ നോക്കുകയും ഞാനും അങ്ങോട്ട് നോക്കുകയും ചെയ്തു. അതിനുശേഷം തിരിഞ്ഞ് ഈ മനുഷ്യന് ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഈ മനുഷ്യനെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. വന്നെൻ്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവള് ഒരൊറ്റ കരച്ച് പപ്പാ എന്നെ ഇട്ടിട്ട് പോകരുതേ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം അതോർക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴും നമുക്ക് കണ്ണു നിറയും. അന്ന് സന്ധ്യയ്ക്ക് ഞാൻ ഇപ്രകാരം ദിവസത്തിൽ കിടന്നു വന്ന് പ്രാർത്ഥിക്കർത്താവേ, ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും? ഈ കടുവയും പുലിയും ആനയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിത് പിന്നെ അന്നത്തെ സമയത്ത് അതിന് വലിയ ഭീതി ഉണ്ടായില്ല. പടിഞ്ഞാറേമലയിൽ പി ടി ചെറിയാൻ്റെ മകനായിട്ട് 1946 മെയ് മാസം 16 ഞാൻ ലോകത്ത് ജനിച്ചു. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ജീവിതവും പഠനവും എല്ലാം. 1966 മുതൽ കർത്താവിൻ്റെ പേർക്ക് വേണ്ടി സമർപ്പിച്ച് ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പഠിത്തവും പൂർത്തിയാക്കാൻ കഴിയാതെ 1 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരികയും 68 മുതൽ ഞാൻ പെന്തക്കോസ്ത് ശാസ്ത്രം വരികയും അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ പേരിലായിരിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 56 വർഷം ആയി ഇപ്പോൾ കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. എൻ്റെ മൂത്ത മകനാണ് ഒറീസയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ വർഗീസ് ചെറിയാൻ. പലപ്പോഴും അവിടെ ആ പ്രവർത്തനങ്ങൾ പോയി സംബന്ധിക്കാനും അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാനും പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രായമുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്ന കഴിഞ്ഞ വർഷം വരെയും പോകാൻ ഇടയായിട്ടുണ്ട്. ഇളയ മകൻ കുടുംബമായിട്ട് അവിടെ മൂത്ത മകൻ അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. അവർ 4 മക്കളാണ്. അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ മധുരയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരും കുടുംബമായിട്ട് തലമുറയില്ല. 1974 മെയ് മാസം 2 ആന്ധ്ര വിശാഖപട്ടണത്ത് വെച്ച് ഞങ്ങളുടെ വിശുദ്ധ വിവാഹം അപ്പോസ്തലൻ പി എച്ച് ശമ്പലിനാൽ നടത്തപ്പെട്ടു. അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർ കെ എസ് മാത്യുവിൻ്റെ മൂത്ത മകളായ ഗ്രേസ് മാത്യുവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ ഞങ്ങൾ 2 മക്കളെയും കർത്താവ് വന്നു. അവരിപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ വടക്കേന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില വർഷങ്ങളായി സഭാചാരി വിട്ടിട്ട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അസിസ്റ്റൻറ്റ് പാസ്റ്ററായി വർഷിരിക്കയിൽ ഭാഷമാരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. 1975 ഡിസംബർ മാസം 5 മൂത്ത മകൻ ഇപ്പോൾ ഊർജ്ജയിൽ പ്രവർത്തിക്കുന്ന വർഗീസ് ജനിച്ചത്. അവൻ ചെറുപ്രായത്തിൽ തന്നെ അല്പമായ വിഷമങ്ങളൊക്കെ രോഗങ്ങളെയും ചെറുപ്രായത്തിൽ അസ്വസ്ഥങ്ങളുണ്ടായെങ്കിലും ദൈവം അവന് അത്ഭുതമായ രോഗശാന്തി കൊടുത്തു. അവന് 10 കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ചില കോഴ്സുകളൊക്കെയും ഭാഗ്യമായി പഠിച്ചു കഴിഞ്ഞ ശേഷം ഡൽഹി ജോലിക്ക് പോയി. അവിടെ നിന്ന് താൻ വരിക്കൊണ്ട് സമർപ്പിച്ച് സിയാട്രിക് കോളേജിൽ നിന്ന് പഠിക്കുവാനായിട്ട് തീർന്നു. 98 ഐ തിങ്ക് സോ എൻ്റെ ഇതിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവൻ കഥാവിന് വേല അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മൂത്ത മകനാണ് ബിജു. അവന് ചെറുപ്രായത്തിൽ അവന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായി മരിച്ചു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ നേർന്നാണ്. അങ്ങനെ ദൈവവേലയിലായിരിക്കുന്നു. അവന് ബൈബിൾ കോളേജിൽ അവന് ഇഷ്ടമല്ലായിരുന്നു ബൈബിൾ കോളേജിൽ പോകുന്നത്. ലാസ്റ്റ് ഡൽഹിയിലൊക്കെ ജോലിക്കൊക്കെ പോയി അത് കഴിഞ്ഞ് അവൻ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ബൈബിൾ കോളേജിൽ പഠിച്ചു. ദൈവകൃപയാൽ എൻ്റെ പിതാവ് വിശാഖപട്ടണത്തിൽ നിൽക്കാൻ പറഞ്ഞു. എന്നാൽ അവൻ അവിടെ നിൽക്കാതെ ഒറീസയുടെ വേല അവൻ തിരഞ്ഞെടുത്ത് അവിടെ ചെന്ന് ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു. 4 മക്കളെയും ദൈവം കൊടുത്തു. ഹോസ്റ്റൽ എല്ലാമായി ദൈവവേലയിൽ അവർ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പലപ്പോഴും കഷ്ടങ്ങളും രോഗങ്ങളും മറ്റുള്ളവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം അവരെ ഇത്രത്തോളം നിലനിർത്തി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ദൈവവേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ തക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവം അവരെ ഏത് രീതിയിൽ ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാഗ്രഹിക്കുന്നു. അവിടെ പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, അവരോട് സഹകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പോകുമ്പോൾ കുഞ്ഞിനെ അവനെ എടുത്തോണ്ട് വന്ന് അവൻ തന്നെ ആഹാരം കൊടുത്തും കുളിപ്പിച്ചും അവൻ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവൻ തന്നെ നോക്കുന്ന ഞാൻ കണ്ണാലെ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അവിടെ അവന് നടത്തുന്ന ഓഫറേജൊക്കെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നു. ദൈവകൃപയാൽ അവർ 25 വർഷം അവിടെ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനത്തെ പറ്റി സന്തോഷമുണ്ട്. പ്രതികൂലത്തിലും അവർ നിലനിൽപ്പാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവിടെ പലവട്ടം പോയിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അവരുടെ കൂടെ താമസിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ പങ്കുകൊള്ളുവാനും ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അവൻ എടുക്കുന്ന കുഞ്ഞുങ്ങളെ അവനെ ആത്മാർത്ഥമായിട്ട് എടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്.
ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് ദൈവം അവരെ നടത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആഹാരം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ട്. 3-4 ദിവസം പട്ടിണി കിടന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ഇവിടുന്ന് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. പാസ്റ്റർ വർഗീസ് അറിയാൻ നേതൃത്വം കൊടുക്കുന്ന ഗ്രേസ് ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല സമയങ്ങളിലും എനിക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ, അദ്ദേഹത്തോടൊപ്പം ഫീൽഡ് സന്ദർശിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് കുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. 40-ലധികം കുഞ്ഞുങ്ങൾ പുറത്തുനിന്നുണ്ട്. അദ്ദേഹത്തിന്റെ 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ടേക്ക് കെയർ ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നൊരു ദൈവദാസനാണ് വർഗീസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളൊക്കെ ബാല്യകാലം തൊട്ടേ ഒരുമിച്ച് വളർന്നു വരുന്നവരെ. എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്, ചെറിയ പ്രായത്തിലെ ഓർമ്മകൾ. കാരണം വടശ്ശേരിക്കരയിൽ നമ്മൾ ഒരുമിച്ച് ജനിച്ച ഒരേ ചർച്ചിൽ യാത്ര ചെയ്ത ഒത്തിരി ഓർമ്മകളുണ്ട്. സുവിശേഷ വേലയിൽ ഇത്രത്തോളം കർത്താവ് ഉപയോഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 25 വർഷം എന്ന് പറഞ്ഞൊരു വലിയൊരു ടൈമാണ്. നല്ല അനുഭവങ്ങളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷവും ചലഞ്ചുമാണ്. ദൈവം കുടുംബമായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം കൂടുതൽ ശക്തിയോടെ ബലത്തോടെ ഉപയോഗിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ ബിനു സാർ ഫോർ യുവർ ലവ് ആൻഡ് ഓൾ ദ സപ്പോർട്ട്സ് വാട്ട് യു ഡു. 1975 ഡിസംബർ മാസം 5-ാം തീയതി ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ച് വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ചെറിയ സമയത്തിൽ തന്നെ പിതാവിനും മാതാവിനും ഒപ്പം പല സ്ഥലങ്ങളിൽ അവരുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധത്തിൽ പോകുവാൻ, ചെറിയ സമയത്ത് തന്നെ ആത്മീയമായി വളർത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ജീവിതത്തിൻ്റെ പ്രായം കൂടുന്തോറും സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ ഇച്ചിരി അതായത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ വളർന്നത്. അത് മറ്റൊന്നുമില്ല, ലോകപരമായ ചില ചിന്തകളും അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും സഹായിക്കണം എന്നുള്ള ആഗ്രഹവും പിതാവും മാതാവും ഒക്കെ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു വളർന്നതുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ താല്പര്യമില്ലാതെ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ PhD പഠിക്കുന്ന സമയത്ത് അന്നിറങ്ങിയ കുറേ കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട്. ഡാറ്റാബേസ്, വേർഡ് സ്റ്റാർ, ലോട്ടസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ. അതൊക്കെ പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഡൽഹിയിലേക്ക് ഇവിടുന്ന് ട്രെയിൻ കയറി 18 വയസ്സുള്ളപ്പോൾ. അവിടെ ചെന്ന് ഹിന്ദി പഠിച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു. അവിടെ പാസ്റ്റർ N.A. ഫിലിപ്പിൻ്റെ ചർച്ചിൻ്റെ മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ചെറിയ സമയത്ത് തന്നെ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ടും വചനം പഠിപ്പിക്കുകയും പ്രാർത്ഥനയിൽ ഇരുത്തുകയും ആരാധനകളിൽ സംബന്ധിപ്പിക്കുകയും ചെയ്ത പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഉള്ളതുകൊണ്ടും വചനം നല്ല രീതിയിൽ പഠിക്കുവാൻ ദൈവമായ കർത്താവ് ചെറിയ പ്രായത്തിൻ്റെ കൃപ ചെയ്തു. വചനത്തിലൂടെയും ദർശനങ്ങളിലൂടെയും പ്രവചന ദൂതുകളിലൂടെയൊക്കെയും ചെറിയ സമയത്ത് തന്നെ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു കോളിങ് ദൈവം എനിക്ക് തന്നിരുന്നു. എന്നാൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തോടെ, പൈസയൊക്കെ സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ ജോലിക്ക് പോയെങ്കിലും അവിടെയും ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലേക്ക് കടന്നു പോകുന്നു. ഒരു വെള്ളിയാഴ്ച. അന്ന് ഇതുപോലെ പൗലൂസിനെ മക്കെദോന്യയിലേക്ക് അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കും എന്നുള്ളൊരു ദൈവിക വാക്യം, ദൈവിക വചനം എന്നെ വളരെ സ്പർശിക്കുവാനിട്ടിടയായി. ഞാൻ കർത്താവ് എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. ശനിയാഴ്ച അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അന്ന് 20 പേരുള്ളൊരു ദേവദാസൻ താൻ വൈകിട്ടത്തെ ഈവനിങ് സെഷൻ കഴിഞ്ഞിട്ട് താൻ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് കടന്നു വരിക. താൻ എന്നോട് ഇപ്രകാരം ദൈവാത്മാവിൽ താൻ ഇപ്രകാരം പറഞ്ഞു, മക്കെദോന്യയിലേക്ക് പൗലോസിനെ അയക്കുന്ന പോലെ ഞാൻ നിന്നെ അയക്കും എന്നുള്ള ദൈവശബ്ദം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു യവനക്കാരനാണല്ലോ നീ എന്ന് അദ്ദേഹം എന്നോട് പറയുവാനിട്ടിടയായി. ഞാൻ പെട്ടെന്ന് വളരെ വിഷമത്തോടുകൂടി പടി കയറി മേളിൽ ചെന്ന്, സ്റ്റെയർ കേസ് കയറി മേളിൽ ചെന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നുള്ള രീതിയിൽ. അതിൻ്റെ അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ സഭയിൽ അന്ന് ദറാദൂൺ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി താൻ അന്ന് ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ ശക്തമായ ഒരു ദൂത് നൽകി. ആ ദൂതിൽ നല്ലൊരു മിഷണറി കോളിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് താൻ അൾട്ടർ കോൾ വിളിച്ച ശേഷം താൻ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് അനേക നാളുകളായി ദൈവശബ്ദം കേട്ടിട്ടും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കഴിയാത്തൊരു വ്യക്തി ഇതിൻ്റെ മധ്യത്തിലുണ്ടെന്ന് താൻ്റെ പ്രസംഗത്തിൽ അൾട്ടർ കോളിലൂടെ താൻ സംസാരിക്കുകയും ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുകയും അന്ന് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശാഖപട്ടണത്തുള്ള COTR തിയോളജിക്കൽ സെമിനാറിലാണ് വചനം പഠിക്കുവാനായിട്ട് കടന്നു വരുന്നത്. അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ മാതാവിൻ്റെ പിതാവ് അപ്പോസ്തലൻ KC മാത്യു തന്നോടൊപ്പം എൻ്റെ 2 അമ്മാച്ചന്മാരുണ്ട്. അവരോടൊപ്പം ആന്ധ്രയിലുള്ള വിശാഖപട്ടണത്തുള്ള സുവിശേഷ വേലയിൽ അവരോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആന്ധ്രയിലെ
ഭാഷയായ തെലുങ്ക് എഴുതുകയും വായിക്കുകയും പഠിച്ച ശേഷം അപ്പച്ചനോടൊപ്പം പല വില്ലേജുകൾ വിസിറ്റ് ചെയ്യും, ട്രാക്റ്റുകൾ കൊടുക്കും, സ്കിറ്റുകൾ നടത്തും. അങ്ങനെ അവിടെയുള്ള വേലകൾ ചെയ്തെടുക്കാൻ എനിക്ക് താല്പര്യം തോന്നി. അതിനൊരു കാരണം കൂടിയുണ്ട്. മക്കതോനിയയിലേക്ക് പൗലോസിനെ വിളിച്ച ആ വിളി കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ വിളിയാണെന്ന് എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആന്ധ്രയിൽ എവിടെയെങ്കിലും സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടു. എൻ്റെ മാതാവിൻ്റെ പിതാവ് സഹോദരങ്ങളൊക്കെ എന്നെ ആന്ധ്രയിൽ നിർത്താനായിട്ട് വളരെ താല്പര്യമുള്ളവരായിരുന്നു. 1999 ജനുവരി മാസം 23-ാം തീയതി ലോകമെപ്പാടും അറിഞ്ഞ ഒരു ന്യൂസാണ് ആസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ തിമോത്തിയെയും ഫിലിപ്പിനെയും ഒറീസയിൽ അതിദാരുണമായി കത്തിച്ച് കൊലപ്പെടുത്തിയുള്ള വാർത്ത. ആസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസ് താൻ ആസ്ട്രേലിയയിൽ നിന്നും ഒറീസയിൽ കടന്നു വന്ന് ഹോ, സന്താളി, ഒഡിയ, ഹിന്ദി എന്നീ ഭാഷകൾ പഠിച്ച് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിച്ച് കുഷ്ഠരോഗികളെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് താനും തൻ്റെ ഭാര്യയും കുഷ്ഠരോഗികളുടെ ഒരു ആശ്രമം തുടങ്ങുകയും ആശ്രമം നടത്തുകയും അതിൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി സുവിശേഷത്തെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തികളായിരുന്നു. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 3 കുഞ്ഞുങ്ങളാണ്. അവരിൽ 2 പേരെയും കൊണ്ട് താനൊരു ജംഗിൾ ക്യാമ്പിന് മനോഹർപൂർ എന്ന സ്ഥലത്ത് താനായിരിക്കുന്ന ദിവസം അന്ന് രാത്രി 12 മണിയോടുകൂടി സുവിശേഷ വിരോധികൾ തന്നെയും കുഞ്ഞുങ്ങളെയും അവരുടെ ജീപ്പിനകത്തിട്ട് കത്തിച്ച് കൊലപ്പെടുത്തുവാനായിട്ടിടയായി. ഈ സംഭവം എൻ്റെ ജീവിതത്തെ വളരെയധികം വ്യതിചലിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റമുണ്ടാക്കി. ഒരു വളരെ വേദനപൂർവ്വമായിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് എനിക്ക്. അന്ന് സന്ധ്യയ്ക്ക് ഞാനിപ്രകാരം ദിവസത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കും? കർത്താവിനെ യഹൂദന്മാർ സ്വന്തം ആൾക്കാർ തന്നെ ക്രൂശിച്ചു. അതിന് നമുക്ക് സമാധാനിക്കാം. കാരണം സകല മാനവ ജാതിയുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ കർത്താവിന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് തൻ്റെ മരണത്തിൽ കൂടി സകല മാനവജാതിയുടെയും പാപത്തിൽ നിന്നുള്ളൊരു മുക്തി ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ ഒന്നും ലോകം വെറുതെ വിട്ടില്ല. അവരെല്ലാവരെയും ലോകം ഉപദ്രവിച്ചു, കൊന്നു. അതിനുശേഷമോ നമ്മുടെ പിതാക്കന്മാരെയോ നമ്മുടെ ആദിമ സഭകളൊന്നും ലോകം വെറുതെ വിട്ടില്ല. എല്ലാവരെയും അവർ ഉപദ്രവിച്ചു. ആ പീഡനം ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിത്തീരുമെന്ന് ഓർത്ത് ഞാൻ വളരെ വ്യാകുലപ്പെട്ട ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് വീണ്ടും തന്ന ഒരു ദർശനമാണ്. ദൈവം തന്നൊരു കാഴ്ചപ്പാടും ഒരു ദൈവിക വിളിയുമാണ്. പൗലോസിനെ മക്കദോനിയയിലേക്ക് അയച്ച പോലെ ഞാൻ നിന്നെ അയക്കുമെന്നുള്ള ആ അടുത്ത ശബ്ദം. ആ ഒറീസയിലുള്ള കർത്താവിൻ്റെ വേല ചെയ്തെടുപ്പാൻ എന്നെ കൊണ്ട് കഴിയുമോ, നിനക്ക് പറ്റുമോ എന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു, മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ചു. കർത്താവെ, എൻ്റെ ഈ ചെറിയ പ്രായമുണ്ട്, അന്ന് എനിക്ക് 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ ഈ ചെറിയ പ്രായം കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഒറീസയിലുണ്ടെങ്കിൽ എന്നെ അയക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം ഞാൻ എൻ്റെ അമ്മയുടെ പിതാവ് അപ്പച്ചനോട് ഇപ്രകാരം വന്ന് ഒറീസയിലേക്കുള്ള സുവിശേഷ വേല ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയും താൻ ആ സമയത്ത് ഭയപ്പെട്ടു പോയി. അവർ അപ്പച്ചനെ നാട്ടിലോട്ട് വിളിച്ച് പിതാവിനെയും മാതാവിനെയും വല്യപ്പച്ചനെയും ഒക്കെ അറിയിച്ചതുപോലെ അവൻ അവിടുന്ന് അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെന്തെങ്കിലും അവൻ പോയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഞാൻ ചാടിയൊന്നും പോകത്തില്ല. എന്നോട് ദൈവാത്മാവൻ സംസാരിച്ചെങ്കിൽ എൻ്റെ വല്യപ്പച്ചനോടും ദൈവാത്മാവ് സംസാരിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജനുവരി മാസം തൊട്ട് അപ്പച്ചൻ്റെ അനുമതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഒറീസയിലുള്ള ആന്ധ്രയിലുള്ള പല വില്ലേജുകൾ വിസിറ്റ് ചെയ്യുവാൻ, അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷകൾ പങ്കെടുപ്പാൻ കർത്താവ് എനിക്ക് സമയം തന്നുകൊണ്ടിരുന്നു. 1999 ജൂലൈ മാസം 1-ാം തീയതി രാത്രിയിൽ സാധാരണ ഉണരാറുള്ള പ്രാർത്ഥിക്കാറുള്ള ഞങ്ങളുടെ അപ്പച്ചൻ ഏതാണ്ട് 4 മണിയോടുകൂടി എന്നെ വന്ന് വിളിച്ചു. ബിജു, എഴുന്നേറ്റോ, എനിക്കൊരു ചായ വേണം. ഞാൻ പെട്ടെന്ന് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഒറീസയിലേക്കുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചു എന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ അപ്പച്ചൻ എൻ്റെ അനുമതി കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അങ്ങനെ താൻ എന്നോട് പറഞ്ഞു, പോയി കുളിച്ച് റെഡിയായി വരാനായിട്ട്. ഞാൻ അങ്ങനെ റെഡിയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് താൻ പറഞ്ഞു, മുട്ടുമടക്കി അവിടെ ഇരിക്കാൻ. ഞാനവിടെ മുട്ടുമടക്കി. അദ്ദേഹം എന്നോട് 15 മിനിറ്റ് ദൈവവചനത്തിൽ സംസാരിച്ചിട്ട് താൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ തലയിൽ കൈവച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞ് താൻ അന്ന് കിട്ടിയ, അതിന് മുമ്പത്തെ ഞായറാഴ്ച കിട്ടിയ കുറച്ച് സ്വോത്രകാഴ്ചയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എനിക്ക് തന്ന് താൻ അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി വിശാഖപട്ടണത്ത് നിന്ന് ഒരു ബസ് എടുത്ത് ഒരു സ്ഥലത്ത് വന്ന് അവിടെ നിന്നൊരു സുഹൃത്തിനോടൊപ്പം വേറൊരു സ്ഥലത്ത് വന്ന് ഞങ്ങളങ്ങനെ 1999 ജൂലൈ മാസം 7-ാം തീയതി ഒറീസയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗമാകുന്ന
കന്തമാൾ ഡിസ്ട്രിക്റ്റിന്റെ ഫുൽബാനി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഉണ്ട്. ഫുൽബാനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരാൾ എന്നെ ഉടുപ്പിന് പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അയാൾ ഒറിയാലിങ്ങനെ ചോദിച്ചു, അപ്പണോ സുസ്മാജോർ പ്രചാരോ കരുവാപ്പായി അസിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ വന്നവരാണോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹം വീണ്ടും മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, സുസമജാർ പ്രചാര കുരിവാപ്പായ അസിലെ തുമ്മയപ്പെട്ട റോഹിപ്പാരുവനെ തുമ്മകും മാടോ ഹേജുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുവിശേഷം പറയാനാ വന്നെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇന്ന് അടി കിട്ടും. അതിനു മുമ്പ് നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ല. അല്ല, നിന്റെ സുഹൃത്തിനെ കാണാൻ വന്നെങ്കിൽ നിനക്ക് പോകേണ്ട സ്ഥാനത്ത് ഞങ്ങൾ പറഞ്ഞു വിടാം. അങ്ങനെ ഞാൻ അദ്ദേഹം ഞങ്ങളെ വേറൊരു ബസ്സിൽ കയറ്റി ആ സുഹൃത്ത് താമസിക്കുന്ന ഇടത്ത് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി ഒറീസയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ അത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന രീതിയിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ എനിക്ക് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു. അവിടെ തന്നെ അവർ ഞങ്ങളെ പിടിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏതാണ്ടൊരു 2 ആഴ്ചക്കകത്ത് വെച്ച് ഞാൻ തിരിച്ച് വിശാഖപട്ടണത്തിന് പോകേണ്ടതായ ഒരു അനുഭവം എനിക്കുണ്ടായി. അവിടുന്ന് വീണ്ടും തിരിച്ച് ഞാൻ ബറാംപൂർ വഴിയായി ഒറീസയിൽ വന്നു. താമസിക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ബറാംപൂർ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, കന്തമാളിലെ ഫുൽബാനിയിലെ ബസ് സ്റ്റാൻഡ്, ബലിഗുഡ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഒക്കെ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ കടകളുടെ തിണ്ണകളൊക്കെ കടകളൊക്കെ അടയ്ക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പേപ്പർ വിരിച്ചായിരുന്നു കിടക്കുന്നത്. 99 തൊട്ടുള്ള എൻ്റെ ജീവിതം പലപ്പോഴും റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, കടയുടെ തിണ്ണകൾ, പിന്നെ ഈ ഗവൺമെൻറ് ആശ്രമങ്ങളിലൊക്കെയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, കന്തമാളിൽ ബലിഗുഡ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ടയർ കടയുടെ ഒരു മാടക്കടയാണ്, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേപ്പർ വെച്ച് കിടക്കുമായിരുന്നു. ഈ കടുവയും പുലിയും ആനയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിത് പിന്നെ അന്നത്തെ സമയത്ത് അതിന് വലിയ ഭീതി ഉണ്ടായില്ല, അവിടെ കിടക്കുന്നു. എന്നാൽ ഈ കടയുടെ ഓണർ അദ്ദേഹം 2 ദിവസമായിട്ട് തന്നെ അദ്ദേഹം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് വന്ന ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒറിയക്കാരനല്ല, എന്തോ ഇച്ചിരി മാന്യനായ വ്യക്തിയാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം. തന്നെ 3-ാമത്തെ ദിവസം രാത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വെളി കിടക്കുന്നത്, നിങ്ങളൊരു കാര്യം അകത്ത് വന്ന് കിടക്കുക. അങ്ങനെ അകത്ത് കിടക്കാനായിട്ട് എനിക്ക് പേപ്പറൊക്കെ വിരിച്ചു തന്ന് അങ്ങനെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. വീടിനകത്ത് കിടക്കാനുള്ള അല്ലെങ്കിൽ കടക്കകത്ത് കിടക്കാനുള്ളൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായി. അത് മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ സാഹചര്യങ്ങൾ വേറെയുമുണ്ട്. ഒരു ഗവൺമെൻറ് ആശ്രമമുണ്ട് ഫിറിങ്കി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ചുകൂടെ വനത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിപ്പങ്കവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ് ആശ്രമമുണ്ട്. ആദിവാസി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ അവിടെ വളർത്തുകയും കഴിക്കാൻ കൊടുക്കുകയും സ്കൂളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ ഞാനിങ്ങനെ ഒരു മാസ്റ്ററാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചില ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി ഒരു നല്ലൊരു സൈസ് ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അത്രയും വരും ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട്, ഞാനൊരു പൂച്ചക്കുഞ്ഞാണെന്നാ. അപ്പോൾ ഇതിനെ കൊണ്ട് ഇവനെ ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇൻചാർജ് അവനെ വളരെ കോപിച്ച് അവനോട് സംസാരിക്കുക. എടാ കോഡ്രു വാണിച്ച് നെയ്ക്കിരി ചടുതിയോ പോലെ ഇങ്ങനെ ഒടിയാൽ അവൻ പറയുകയാണ്, നീ എവിടുന്ന ഇതിനെ കൊണ്ടുവന്നപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ട് പിന്നെ അതിനകത്ത് കളയണം എന്ന് പറഞ്ഞ് അവനോട് ആക്രോശിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവനൊരു കടുവാ കുഞ്ഞിനെ കൊണ്ടുവന്നേക്കുക, ആ കടുവയുടെ തള്ള എവിടെയെങ്കിലും കാണും. ആ തള്ള എപ്പോഴാണ് അതിനകത്ത് കയറി വരുന്നത് നമുക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പേടിച്ചൊരു സന്ദർഭം. കാരണം ആ കടുവ ഇവിടെ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ആ ഉഗ്രത എന്നോർത്ത് ഞാൻ പിന്നെ ഭയപ്പെട്ടു പോയ ചില നിമിഷം. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് ആ സ്ഥലത്ത് നിൽപ്പാനായിട്ട് ഇടയാക്കി. എക്സൽ മിനിസ്റ്റീസിന്റെ VBS ഒക്കെ ആയിട്ട് പല സമയങ്ങളിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്, വില്ലേജുകളിലും ഒക്കെ. കഴിഞ്ഞ മാസത്തിലും എക്സൽ മിനിസ്ട്രിയുടെ ഒരു VBS ചെയ്യുവാനായിട്ട് നമുക്ക് കർത്താവ് ഭാഗ്യം തന്നു. എനിക്കൊന്ന് ജീവൻ അവിടെ വന്ന ജീവനോട് ഓക്കെ. നിങ്ങൾക്കൊരു VBS ആൾ പിള്ളേരോട് ഉണ്ടല്ലോ, അതെ, അതൊരു സന്തോഷം എപ്പോഴും. ഞാൻ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഈ ഫുഡ് വെക്കാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഇപ്സിത തന്നെ, അദ്ദേഹത്തിന്റെ വൈഫ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കുന്നത്. അവളെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും, ഉള്ളി പൊളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയാനോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവള് കറികളെല്ലാം അങ്ങ് വെക്കും. പിന്നെ പുതിയ ഓഫീസും പുതിയ ബിൽഡിങ്, പുതിയ ചിൽഡ്രൻസ് ഹോം ഒക്കെ പണിത് വരുമ്പോൾ അത് ഒരു ഇച്ചിരൂടെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും നമ്മള് അത് സത്യത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മളൊരു സ്റ്റാഫിനെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഭവനത്തിൻ്റെ ലീവ് ഇതും ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കാം. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് അവരുടെ കാര്യം സംസാരിക്കാം. ഇപ്പോൾ സ്റ്റാഫ് വെച്ച് കഴിയുമ്പോഴത്തേനും അതൊരു
ഹോസ്റ്റൽ അല്ലെങ്കിൽ ഓർഫനേജ് രീതിയിലേക്ക് അങ്ങ് പോകും. അപ്പോഴത്തേനും നമ്മളുമായിട്ടുള്ള അവരുടെ ആ റിലേഷൻ ഒത്തിരി മാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടതിൽ നമുക്ക് ഇച്ചിരി സംഗതി ടഫാണെങ്കിലും ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇപ്പം തന്നെ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പിന്നെ പിതാവ് അവിടെ ഇല്ലാത്തതുകൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കവിടെ കാണുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി മാറി നിന്നാലും 1-2 ദിവസം നമുക്ക് പിള്ളേർ തന്നെ മാനേജ് ചെയ്യും. കാരണം അവർക്ക് അവരുടെ മനസ്സിലേത് നമ്മുടെ വീടാണെന്നുള്ളൊരു ചിന്ത അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നപ്പോഴും ഒരു മോൾ അവിടുന്ന് അതെ പാസ്റ്റർ ഹെൽപ്പ് ചെയ്യാനും കൂടെ നിൽക്കാനും ഇവിടെ അവൾ അറിഞ്ഞപ്പോൾ തന്നെ ഒരാൾ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അവൾ അവരോട് കയറി അവളിവിടെ വന്നു. ഇവിടെ ഉണ്ടായിരുന്നു അവൾ ഏതാണ്ട് 1 മാസത്തോളം വളരെയധികം ഒരു ഹെൽപ്പായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈഫ് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അവിടെ വേറെ ആരുമില്ല, അവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 2 പിള്ളേരെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന നമുക്ക് 40 പിള്ളേരെ എങ്ങനെയാണ് അവിടെ വളരുന്നത് എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. ഇതിനകത്ത് ഒരു വലിയ പിള്ളേരൊക്കെ തന്നെ ഇപ്പം മിടുക്കരായി അല്ലേ? മിടുക്കരായി. അവര് പിന്നെ ബിടെക്കിന് പഠിക്കുന്നവർ, പിന്നെ ബാങ്കിങ് പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വിവാഹം കഴിച്ചവർ. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ കൂടിയാണ് ഇപ്പം ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിള്ളേർ വലിയ പിള്ളേർ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യും. പിന്നെ കുറച്ച് രോഗികളായ കുഞ്ഞുങ്ങളെ നമുക്കുണ്ടല്ലോ. അത് ഒരു കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ നമുക്ക് വെല്ലൂർ നടത്താനായിട്ടിടയായി. അത് പിന്നെ മിക്കവാറും ഒരുപാട് പേര് അറിയുകയും അതിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഈ ചിൽഡ്രൻസ് ഹോമിൽ വന്നിട്ട് അങ്ങനെ മരണപ്പെടുവോ? ഒരു കുഞ്ഞ് മാത്രം. അത് നമ്മൾ വീട്ടിൽ വന്നില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞിനെ റോഡിൽ നിന്ന് കൊണ്ടുപോയി FIR ഒക്കെ റെഡിയാക്കി പിന്നെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. അവളെ വൈഫ് ശുശ്രൂഷിക്കുകയും ചെയ്തു. ചില ദിവസങ്ങൾ മാത്രമേ അവളെ ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. അവിടെ വെച്ച് മരിച്ചു. പിന്നെ ഹോസ്പിറ്റലുകാർ തന്നെ ഗവൺമെൻറ് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകായിരുന്നു. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വീട്ടോട് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മരണം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഈ ആറിന്റെ തീരത്ത് 2 കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്ന കണ്ടു. അതെങ്ങനെ അവർ മരിച്ചതിനെ കുറിച്ചൊക്കെ? അത് ആരുടെ കളഞ്ഞതാണ്. 2 ആൺകുഞ്ഞുങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ. അത് ഇല്ലീഗലായിട്ട് ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കാം. അവർ നദിയിലെടുത്തെറിഞ്ഞായിരിക്കും. പക്ഷേ അതെങ്ങനെ കരയ്ക്ക് വന്ന കുഞ്ഞുങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ എൻ്റെ വൈഫ് ഏതാണ്ട് ഒരു 7 മാസത്തോളം ഗർഭിണിയാണ്. അത് ഞങ്ങൾ ട്രാക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ കാണുന്നത്. പക്ഷെ അത് ഒരു ചലഞ്ചായിരുന്നു. അതാണ് ഞങ്ങളെ ആക്ച്വലി ഈ ഓർഫനേജ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ. അത് മാത്രമല്ല, ഒരിക്കൽ റെയിൽവേ നമ്മുടെ ബറാംപൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു കുഞ്ഞ് പിന്നെ പട്ടിയും കടിച്ച് ഉറുമ്പും കടിച്ച് ഇങ്ങനെ അതിൻ്റെ ഒരു കൈ ഒരു കാലും ഒന്നും ഇല്ല, ബാക്കി ഭാഗങ്ങളെല്ലാം പട്ടി കടിച്ച് തിന്ന് കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് അങ്ങനെ കിടക്കുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കണ്ടൊരു ഓടക്കകത്ത് പിന്നെ കുഞ്ഞെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുമല്ലോ, ഉണ്ടായ കുഞ്ഞ് അതിനെ എടുത്ത് കളഞ്ഞ് അതിനെ പട്ടിയും കണ്ട് കടിച്ചിരുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രെയിനേജിൻ്റെ അകത്ത് ഞാനൊരു കുഞ്ഞിനെ കാണാം. അതിന് ജീവനില്ലാത്തതായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം റെയിൽവേ ട്രാക്കിലോ ഓടയ്ക്കകത്തോ പിന്നെ കുഞ്ഞ് കിടന്നാൽ കുഴപ്പമില്ല, പട്ടി കടിച്ചോണ്ട് പോയാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യന് അതിനെ എടുക്കാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വരാൻ? അങ്ങനെ സത്യത്തിൽ ഇതിനകത്ത് നിയമവശങ്ങളുണ്ട്. ജുവലിയൻ ജസ്റ്റിസ് ആക്ടിൻ്റെ അകത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു അനാഥനായ ഒരു കുഞ്ഞ് ഒരു വില്ലേജിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ജനിച്ചാൽ അതിൻ്റെ രക്ഷകർത്താവ് കളക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി നൂലാമാലകളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല വിഷയങ്ങളാണ് വരുന്നത്. കേസും വഴക്കും FIRഉം ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം ജുവലിയൻ ജസ്റ്റിസ് ആക്ടിൻ്റെ അകത്താണ് നമ്മളെങ്കിൽ നമുക്ക് കുഞ്ഞിനെ എടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ചൈൽഡ് ലൈനിന് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം, അതിന് FIR കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന കുഞ്ഞിനെ അവർ കൊണ്ടുപോകും. എന്നിട്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് ഹോമിലേക്കാണ് ഈ കുട്ടിനെ വിടേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരു കുട്ടിയെ നമ്മൾ എവിടെയും കണ്ടാൽ ചൈൽഡ് ലൈൻ എന്നുള്ള 1098 ഈ നമ്പറിലോട്ട് നമുക്ക് വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കാം. അവരുടെ ത്രൂയിൽ മാത്രമേ ഒരു കുട്ടിയെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒറീസയിലെ വില്ലേജുകളിലൊക്കെ ഉള്ള മാറ്റങ്ങൾ എന്താണ്? ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ പോകുന്ന സമയത്ത് വസ്ത്രങ്ങൾ പോലും ധരിക്കാത്ത ആളുകളായിരുന്നു വില്ലേജുകളിലകത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബൊണ്ട എന്ന വർഗത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ മാത്രം, അത് ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അവരെ പരിഷ്കൃതരാകാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. കാരണം അവരുടെ ആ കൾച്ചർ നിൽക്കാൻ വേണ്ടി അവരെ വെച്ചിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള മാലയൊക്കെ ഇട്ട് മൽക്കങ്കരി, കൊറാപ്പോട് ഏരിയകൾ നമുക്ക് അവരെ കാണാനായിട്ട് കഴിയുന്നത്. അവർ മാത്രമേ ഉള്ളൂ പിന്നെ വസ്ത്രങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പോകുമ്പോൾ വസ്ത്രങ്ങൾ ഇല്ല, ആചരി ധരിക്കാനുള്ളത് ഇല്ല തന്നെ. അവർ ധരിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നവർ തന്നെ കുറഞ്ഞതെല്ലാം ഒരു അല്പവസ്ത്രധാരികളായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു കൂട്ടത്തെ ഇപ്പോൾ കാണാനില്ല. ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഡെവലപ്മെന്റ്സ് ഇൻ ദ സെൻസ് നമ്മുടെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ, NGOs, മറ്റ്
ഗവൺമെൻറ് NGOs ഇങ്ങനെയൊക്കെ പല പ്രവർത്തകർ, കാത്തലിക്സ്, പിന്നെ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഒത്തിരി പിന്നെ തുണികളും പിന്നെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എല്ലാ വില്ലേജുകളും ഇപ്പോൾ അംഗൻവാടികളും സ്കൂളുകളും വന്നിട്ടുണ്ട്. പിന്നെ കോൺവെന്റ് സ്കൂളുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റും വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം എല്ലാ വില്ലേജുകളിലും ഓൾമോസ്റ്റ് ഇലക്ട്രിസിറ്റികൾ വന്നിട്ടുണ്ട്. ഓർ ഇലക്ട്രിസിറ്റി ഇല്ലാത്തിട്ട് ഇലക്ട്രിസിറ്റി പോസ്റ്റെങ്കിലും കാണും. ഓക്കെ. പിന്നെ ബിജു പട്നായിക്കിൻ്റെ സമയത്തൊട്ട്, അതായത് നവീൻ പട്നായിക്കിൻ്റെ ഫാദറിൻ്റെ സമയത്തൊട്ട് വില്ലേജുകളിലൊക്കെ പിന്നെ മിക്കവാറും എല്ലാ വില്ലേജുകളിലും ചെല്ലാനായിട്ട് മണ്ണ് റോഡുകളെങ്കിലും വെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം വളരെ ടാർ റോഡുകളായി വലിയ വാഹന സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും. വാഹന സൗകര്യങ്ങൾ ഒരു വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ പല വില്ലേജുകളും നമ്മൾക്ക് എത്തപ്പെടാൻ കഴിയാത്തത് വാഹന സൗകര്യത്തിന്റെ ദുർബലത മൊത്തമാണ്. എന്നാൽ മറ്റ് ജംഗ്ഷനിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് 1-2 വണ്ടികളെ ഉള്ളൂ ഈ ബറാംപൂരിൽ നിന്ന് നമുക്ക് കന്തമാളിലെത്താനായിട്ട്. അതും മിക്കവാറും ഇവിടെ നേരത്തെ മണ്ണെണ്ണ ഒഴിച്ച് ഓടുന്ന വണ്ടികളായിരിക്കും. ഇപ്പൊ പക്ഷെ അങ്ങനെ മെയിൻ സിറ്റികളൊക്കെ വണ്ടികളൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ വില്ലേജുകൾക്ക് വില്ലേജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നടന്നു ചെല്ലാൻ പ്രയാസമുള്ള വില്ലേജുകളുണ്ട്. ഓക്കെ. അതായത് ഒരു റോഡിൽ ചെന്ന് നമ്മളവിടെ വണ്ടി നിർത്തി മലയിൽ കൂടിയും കാട്ടിൽ കൂടി നമുക്ക് നടക്കണം. ആദിവാസികൾ കഴിവതും ഈ റോഡരികിലേക്ക് വരാത്തവരാ. മലകളിലും വനാന്തരങ്ങളിലും വരെ താമസിക്കുന്നത്. അവിടെ ഒരു 100 വീട്ടുകാരാകുമ്പോൾ അവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കിലോമീറ്റർ മുമ്പോട്ട് വന്ന് ഓരോരുത്തർ താമസിക്കുന്ന, അവിടുന്ന് കുറേ ദൂരത്ത് വന്ന് വേറെ കുറച്ച് പേര് താമസിക്കുന്നത്. അപ്പം ഒരു വില്ലേജ് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വില്ലേജ് കണ്ടാൽ അടുത്തൊരു വില്ലേജ് കാണണമെങ്കിൽ നമുക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത 3 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ താമസ സൗകര്യം, ജീവിത നിലവാരം വളരെ വളരെ കഠിനമായിപ്പോയി. കാരണം ഭക്ഷിപ്പാൻ ഭക്ഷണമില്ല. എൻ്റെ വല്യപ്പച്ചനെ പ്രാർത്ഥിപ്പിച്ച് വിടുമ്പോൾ താൻ എന്നോട് പറഞ്ഞു, ആരോടും ഭക്ഷണം ചോദിക്കരുത്, മുനിസിപ്പാലിറ്റി വെള്ളം കുടിച്ച് വയർ നിറച്ച് ടിപ്പ് ടോപ്പായിട്ട് വേണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും മാനേജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് പോയ എനിക്ക് വിശക്കുന്നു എന്ന് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആശ്രമത്തിൽ കിട്ടുന്ന ഫുഡുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ അവർ തരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, സത്യത്തിൽ പബ്ലിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ ഞാൻ പറയാം. 10, 35, 25 കിലോമീറ്റർ നടന്നു ചെല്ലുമ്പോൾ അതിൽ ഒരു വില്ലേജിലെ മീറ്റിങ്ങുകൾ കഴിയും. ആ മീറ്റിംഗ് കഴിയുന്ന ഉടനെ അവരുടെ മണ്ണ് കുഴിച്ചിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു കുഴി, അല്ലെങ്കിൽ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കുടം, ആ കുടത്തിനകത്ത് ഇന്ന് കഴിച്ച ചോറ്, നാളെ കഴിച്ച ചോറ്, അങ്ങനെ 2, 3, 4, 5, 6 ഒരു മാസമൊക്കെ ആയ ചോറുകൾ അതിനകത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക. അത് നമ്മുടെ നാട്ടിലെ കാടിയേക്കാളും ഭയങ്കരമായ ഒരു ഭക്ഷണ ആഹാരം തന്നെയാണ്. മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ അവർ പെട്ടെന്ന് വെളിയിലോട്ട് പോയി ഇല ഇങ്ങനെ കുമ്പിൾ പോലെ കുത്തി അതിനകത്തുനിന്ന് ചോറെടുത്ത് ഈ കുമ്പിളിനകത്തോട്ടിട്ട് നമുക്ക് കഴിക്കാനായിട്ട് തരും. ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് കൃമിയൊക്കെ ഇങ്ങനെ എഴുതുന്നതായിട്ട്. അത് ഓർക്കുമ്പോൾ ഇന്ന് ചിരിയൊക്കെ വരുമ്പോൾ വന്ന വിശപ്പോടുകൂടി ഈ സാധനം കിട്ടും, നമുക്ക് കഴിക്കാനല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. കഴിച്ചു കഴിഞ്ഞ് ഇത് ഓർക്കുവാണെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഛർദ്ദിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനോടൊപ്പം ജീവിപ്പാൻ അതിനൊരു കുറ്റമൊന്നും പറയാതെ, കാരണം നമ്മുടെ ചെറിയ സമയത്തിൽ തരുന്ന ആഹാരം പിടിക്കത്തില്ല, ഇത് തരുവാണെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയുക, കഴിക്കാതെ പോവുക. അങ്ങനെയുള്ള ജീവിത നിലവാരത്തിൽ നിന്നൊക്കെ വന്ന അനുഭവങ്ങളെ പറ്റി ചിന്തിക്കുകയും കിട്ടിയ ആഹാരത്തിന് നന്ദിപൂർവ്വം കർത്താവിനെ സ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക്. എന്നാൽ ആ ആഹാര രീതികൾ എൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എൻ്റെ ആരോഗ്യം നശിക്കുന്നു, ഞാനിവിടെ ചിലപ്പോൾ മരിച്ചു പോകുമെന്നും എനിക്കൊരു ചിന്ത എനിക്കുണ്ടായി. കാരണം അവിടെയുള്ള ആളുകൾക്ക് TB, മലേറിയ, സിക്കിൾ സെൽ അനീമിയ, തലസീമിയ ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. ഈ ആഴ്ച പോകുന്നവർ ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാനും ഓർത്ത് ഒരുപക്ഷെ ഞാനും ഇതിലൊരാളായി പോകുമോ എന്നുള്ളൊരു ഭയം എന്നെ ബാധിക്കുവാനായിട്ട് തുടങ്ങി. ഭക്ഷണമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഭക്ഷണ രീതികൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഭക്ഷണ രീതികളായിപ്പോയി. താമസം വളരെ ബുദ്ധിമുട്ടുകളായിപ്പോയി. ക്ലൈമറ്റ് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. തണുപ്പാകുമ്പോൾ തണുപ്പ്, ചൂടാകുമ്പോൾ ചൂട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പോലെ അല്ലല്ലോ. അതിനൊപ്പം തന്നെ എനിക്ക് സുഹൃത്തുക്കളോ എൻ്റെ മാതാവോ പിതാവോ അടുത്തില്ലാതെ ഞാൻ ഏകനായി പോയി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ദൈവസാന്നിധ്യം എപ്പോഴും അനുഭവിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭങ്ങളായിരുന്നു ആ ജീവിത രീതികളൊക്കെ. അങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്നുള്ള ചില ചിന്തകളും പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ദൈവം നല്ല സുഹൃത്തുക്കളെയൊക്കെ നൽകി. എന്നാൽ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ മാതാവ് അടുത്തില്ലല്ലോ, പിതാവ് അടുത്തില്ലല്ലോ, സഹോദരനില്ലല്ലോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരും അറിയത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാച്ചനുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എന്നോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അമ്മാച്ചനോടല്ല, അമ്മയുടെ ഏറ്റവും ഉള്ള അനിയത്തിയോടാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു.
എന്നാൽ ഈ ആൻറ്റിക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു നല്ലൊരു ആഗ്രഹവും ഉള്ളതുകൊണ്ട് അവർ അത് വേണോ, എങ്ങനെയായി തീരും എന്നുള്ള ഭയത്തോടു കൂടി അവരാദ്യം അതിനെപ്പറ്റി ചോദിച്ചു. അതിനുശേഷം ഞങ്ങൾ അമ്മാച്ചനുമായിട്ട്, ഇളയ അമ്മാച്ചനുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം ഒറീസയിൽ വരികയും ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ ജീവിത നിലവാരമില്ല. നമ്മളവരുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അവർ അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഡോറിൻ്റെ സൈഡിൽ നിന്ന് നമ്മളോട് സംസാരിക്കത്തുള്ളൂ. കാണാൻ പോലും ഒരുപക്ഷെ നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല. അങ്ങനെ അമ്മാച്ചൻ ഏതാണ്ട് ഒരു 3 പ്രാവശ്യത്തോളം ഈ വിവാഹ ആലോചനയുമായിട്ട് അവിടെ കടന്നു വന്നു. പല സാഹചര്യം കൂടി ഈ വിവാഹം മാറി മാറിപ്പോയി. എങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നതുകൊണ്ട് 2000 മെയ് 17-ാം തീയതി ഞങ്ങളുടെ വിവാഹം ഫുൽബാനിയിൽ വെച്ച് നടത്തപ്പെടുവാനായിട്ടിടയായി. അതിനുശേഷം ഞങ്ങളിങ്ങനെ വില്ലേജുകളിൽ പോകും, റോഡ് സൈഡിലൊക്കെ ട്രാക്റ്റുകൾ കൊടുക്കും. എൽഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ 13 ചർച്ചുകളോളം നമ്മൾ ആ സമയത്ത് പ്ലാൻ ചെയ്തത്. അവിടെയുള്ള മൂത്ത പ്രായത്തിൽ അധികമുള്ളവർ, ഇച്ചിരിയുടെ പരിജ്ഞാനമുള്ളവരെയൊക്കെ എടുത്ത് ഒരു 3 മാസത്തെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്ത്, അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ പാസ്റ്റേഴ്സിനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കും. ഭാഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് ഒറിയ മാത്രം പഠിച്ചാൽ മതിയെന്നാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 62-ലധികം ഭാഷക്കാരും ഗോത്രവർഗ്ഗക്കാരും അവർക്കെല്ലാം അവരുടേതായ ഭാഷകളുമാണ്. അപ്പോൾ കന്തമാളിലെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുയ് എന്ന ഭാഷ വേണം, ഗജപതി ചെല്ലണമെങ്കിൽ സൗര എന്നുള്ള ഭാഷ വേണം, പിന്നെ നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസ് വർക്ക് ചെയ്ത ഏരിയകളിൽ പോവുകയാണെങ്കിൽ ഹോ വേണം, സന്താളി വേണം. ഇങ്ങനെ 62-ൽ പരം ഭാഷക്കാരാണ്. അപ്പോൾ ആ ഭാഷക്കാരുമായിട്ടൊന്നും നമുക്ക് പൊരുത്തപ്പെടുവാൻ, അവരുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. ഒറിയ പോലും അറിയാത്ത ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ ഞങ്ങൾ മിനിസ്ട്രി ആരംഭിക്കുകയാണ് ഭാര്യയും ഭർത്താവുമായിട്ട്. ഏതെങ്കിലും റോഡിൻ്റെ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിലോ ഏതെങ്കിലും ഒരു വില്ലേജിലോ എന്ന് എനിക്കറിയാവുന്ന ബൈബിൾ സ്കൂൾ ഇംഗ്ലീഷ് ഞാൻ പ്രസംഗിക്കും. എൻ്റെ വൈഫ് ഒറിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അവർക്ക് അവരുടെ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് ആ വില്ലേജിലുള്ള ഏതെങ്കിലും ഒറിയ അറിയാവുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരനെ കൊണ്ട് അവൾ പറയുന്നത് നമ്മൾ അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം 3 ഭാഷയിലാണ് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം മിനിസ്ട്രികൾ തുടങ്ങുന്നത്. അന്നു മുതൽ നടത്തുന്ന ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ അടുത്ത ദിവസങ്ങൾ വരെയും ശക്തമായ രീതിയിൽ നടത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. Since my childhood, I saw mommy and papa being engaged with the children, and I had a privilege to grow with them, and I taught them various songs and dances. And I too saw the ministries which my parents did in villages and all the struggles they face in their life. ഞാനും എൻ്റെ വൈഫ് ഇപ്സിതയും ഞങ്ങൾ വില്ലേജുകൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, മീറ്റിങ്ങുകൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും ഇപ്സിതയും കൂടി ട്രാക്റ്റുകൾ കൊടുക്കാൻ പോകും. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ട്രാക്റ്റുകൾ കൊടുത്ത് ഒരു ഭൊഞ്ചനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വൈഫ് ഓൾമോസ്റ്റ് പ്രഗ്നൻ്റ് ആണ്, ഒരു 7 മാസത്തോളം. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ കാണാം പാലത്തിൻ്റെ സൈഡിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ ആറിൻ്റെ തീരത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ ആ പടിയിലിരുത്തിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്, എവിടുന്ന് വന്നതാ, എന്തോ അവിടെ കിടക്കുവാണോ, ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പോയി നോക്കുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് ഇവളോട് പറയുമ്പോൾ ഞങ്ങൾ 2 പേർക്കും ഒരുപോലെ വിഷമമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. അപ്പം മാതാപിതാക്കളില്ലാത്ത ഇങ്ങനെ വേണ്ടാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിനെ വളർത്താൻ താല്പര്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ വില്ലേജുകളിൽ കടന്നു പോകുമ്പം ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുള്ള ആ പ്രായമുള്ളവരെ അല്ലെങ്കിൽ യൗവനക്കാരെ പലപ്പോഴും കാണാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് മനസ്സിലായത് TB, സിക്കിൾ സെൽ അനീമിയ, മലേറിയ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ കൂടി അവർ മരിച്ചു പോയെന്നാണ്. ആ സമയത്ത് ഞങ്ങൾ ചില വില്ലേജുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ, ചില ഭവനത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണുവാനിടയായി. അങ്ങനെ ഗോദാപ്പൂർ, സിക്രമ, ദാരിംഗാടി ഇങ്ങനെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ദാരിംഗാടി ബ്ലോക്കാണ്. ആ ഏരിയയിലെ വിസിറ്റിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 7 പെൺകുഞ്ഞുങ്ങൾ കിട്ടി. ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള 7 പെൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഭവനത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളോടൊപ്പം ചില കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടിടയായി. അങ്ങനെ ഈ ഓർഫനേജ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പല കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാനിടയായി. ഒരു സംഭവം ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു. ഒരിക്കൽ ഞാൻ ഭവനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാതാവ് ഒരു കയ്യിൽ ഒരു കത്തി, ഒരു കയ്യിൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയുക, അവിടെ ബഹളം ഉണ്ടാക്കുക, സാറിനോട് പറ ഈ കൊച്ചിനെ അവിടെ വെക്കണം. അപ്പോൾ എന്നെ പിള്ളേർ വിളിച്ച് ഞാനവിടെ ചെല്ലുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഇവിടെ മദ്യപാനിയായ ഒരു സ്ത്രീയാണ് ഇവളിങ്ങനെ നിൽക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ അടി വെച്ച് ബഡ്ഡതിവി തൂവപ്പോട്ട് ജൗചിക്കിനായി, നീ അടി തരുന്ന ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ അവൾ ചെന്ന ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തത് വിഷം അടിച്ചിട്ട് അവൾ തൂങ്ങിച്ചത്തു. ഈ കുഞ്ഞിനെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ സാറുണ്ട്, ആ സാറിൻ്റെ കൊടുത്താൽ മതി, സാറിന് എന്നെ അറിയാം. എനിക്ക് അവിടുന്ന് ഇൻഫർമേഷൻ വന്നു, ഇതുപോലെ അവർ മരിച്ചുപോയി, കുഞ്ഞിനെ ഇവിടെ വെച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ആ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ടുണ്ട്. ഈ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം എൻ്റെ ഒരു സർജറിയുടെ സമയത്ത് എന്നോടൊപ്പം കേരളത്തിൽ കുട്ടി ഉണ്ടായിരുന്നു. 22 വയസ്സുണ്ട് ഇപ്പോൾ അവൾക്ക്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അന്ന് ഒരു ടാക്സിക്ക് പോകേണ്ടതായിട്ട് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് പോയിട്ട് വരുന്ന സമയത്ത് ഒരു 120 കിലോമീറ്റർ ദൂരത്തു നിന്നും ഒരു കോൾ വന്നു. സാറേ, ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു, ജനിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് അവർക്ക് റിപ്ലൈ കൊടുത്തു, അത് കുഞ്ഞിനെ എടുത്തിട്ട് ഏതെങ്കിലും പ്രായമുള്ള അമ്മച്ചിമാർ എവിടെയെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് ഒരു അമൂൽ സ്പ്രേയും ഒരു ഗ്ലാസും സ്പൂൺ കൂടി വാങ്ങിച്ചു കൊടുത്തിട്ട് ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം, ഞാനിപ്പോൾ തന്നെ വരാം. ഞാൻ ഭവനത്തിലേക്ക് വന്നിട്ട് ഞാൻ ഈ 120 കിലോമീറ്റർ പോയി ഞാൻ ഈ കുഞ്ഞിനെ കണ്ടു. നല്ലൊരു ആൺകുഞ്ഞ്, 2 ദിവസം മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഞാനും വൈഫും കൂടി ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു, മെഡിക്കൽ അഡ്മിറ്റ് ചെയ്തു. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവന് ആശീർവാദ് എന്ന പേരും കൊടുത്തു. എന്നാൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ വേണമല്ലോ. അതിന് പഴയതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് വേണം. അപ്പോൾ ഞങ്ങൾ മനസ്സിലായത് അപ്പനും അമ്മയും ഇല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടിവിട്ടൊരു കുഞ്ഞൊന്നുമല്ല. അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്, ലീഗലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിനെ വേണ്ടാത്തത് കൊണ്ട് അവൻ കളഞ്ഞതാണ് അവനെ. അങ്ങനെ ഒരു കുഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ CWC എന്ന് പറയും, ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഒരു മാതാവും ഒരു പിതാവുണ്ട്. പിതാവ് പൂർണ്ണ മദ്യപാനിയാണ്. ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുവാൻ വേണ്ടി അവർ ഗവൺമെൻറ് ത്രൂവിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടി ഈ CWC ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഈ CWCയുടെ ചെയർമാൻ ഇപ്രകാരം പറഞ്ഞു, ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അതിനെ ആ ചെറിയാൻ ബാബുവിന് കൊടുത്തേക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ്, അവരെന്നോട് പറഞ്ഞു ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനങ്ങനെ പെട്ടെന്ന് ചെന്നിട്ട് അവന് അമ്മയുണ്ടല്ലോ, അവൻ ഇല്ല നീ കൊണ്ടുപോയി, ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാം. ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്നു. അതിനുശേഷമാണ് മനസ്സിലായത് ഈ അമ്മ HIV പോസിറ്റീവാണ്. ഈ അപ്പന് അതുകൊണ്ട് ഇവളെ വേണ്ട, ഈ കുഞ്ഞുള്ളത് കൊണ്ട് ഇവളുടെ ആങ്ങള അവരുടെ ഭവനത്തിൽ കയറ്റത്തുമില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടത് കൊണ്ട് ഇവരിങ്ങനെ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നതാണ്. ഏതായാലും ആ കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട്, ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ ഏറ്റവും ഇളയൊരു കുഞ്ഞ് 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നെങ്കിലും അവൾക്ക് അഞ്ജു എന്ന് പേര് കൊടുത്ത് അവളുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അവൾ കൊടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വളർന്ന് അവൾക്ക് ഏതാണ്ട് ഒരു 13 വയസ്സുണ്ട്. നമ്മൾ വില്ലേജുകളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പം നമ്മൾ കാണുന്നത് നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളല്ലല്ലോ. അവർക്ക് ആവശ്യമാകുന്ന ഭക്ഷണ രീതികളില്ല, വസ്ത്രമില്ല, വളരെ പതറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നു. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമുക്കാകുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വളർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ നല്ലൊരു ഭക്ഷണം കണ്ടില്ല. അവരെ പ്രത്യേകിച്ച് നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ അവർ പോയി ഈ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കന്ന് തന്നിട്ടുള്ള ഭക്ഷണം പോലെ ഒരു കുടത്തിനകത്ത് കൈയിടുന്നു, അല്ലെങ്കിൽ ഒരു കലത്തിനകത്തോ മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ഒരു കുഴിക്കകത്തോ കൈയിടുന്നു, ഇങ്ങനെ ചോറ് വാരിയെടുക്കുന്നു, അവർ ഒരു ഇലയ്ക്കകത്തിട്ട് അവർ കഴിക്കുക. ഇത് സത്യമായിട്ടും നമ്മുടെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ഈ പേരൻസ് മരിച്ചു പോകുന്നൊരു സന്ദർഭങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു സംഭവം ഞാൻ പറയാണ്ട് താല്പര്യപ്പെടുക. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ എന്നോടും എൻ്റെ വൈഫ് ഇപ്സിതയുടെ ഒപ്പമാണ്. ഞങ്ങളുടെ നടുക്കാണ് കിടക്കുന്നത്, വളരുന്നത്. അവൾക്ക് അതിൻ്റെ ഒരു 3, 3.5, 4 വയസ്സോളമായി. അപ്പോൾ ഇവളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലോട്ടുള്ള പോക്കൊക്കെ ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലോട്ട് വരാണ്ട് താല്പര്യപ്പെട്ട് ഇവളുടെ അമ്മയുടെ മാതാവും ഉണ്ട്, അവരോടൊപ്പം കുറച്ച് ദിവസം നിർത്താമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ അവളോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പം എൻ്റെ അമ്മയാണിത്, അവളെ പല സമയങ്ങളും കൊണ്ട് കാണിക്കും, അപ്പോൾ അവൾ നിന്നോളാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ അവളെ കൊണ്ട് അവരുടെ വീട്ടിൽ വിടുകയാണ്. അപ്പോൾ ഞാനും ഓർത്തു അവൾ നിന്നോളും ഓർത്ത് ഞങ്ങളെന്നാൽ പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് അവളുടെ അമ്മ എടുത്തിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് തെന്നി കുതിറി മാറി ഓടി വന്നെൻ്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവളെ ഒരൊറ്റ കരച്ച്, പപ്പാ എന്നെ ഇട്ടിട്ട് പോകരുതേ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം. അതോർക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴും നമുക്ക് കണ്ണു നിറയും. അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മളവളുടെ പിതാവ് അല്ലെങ്കിൽ തന്നെയും അവളുടെ ആ സ്നേഹം, അതായത് അവളുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് നമ്മളവളെ
എടുത്തു വളർത്തി എന്നുള്ളൊരു ബോധ്യമായിരിക്കാം ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നത്. അതെന്താണ് നമുക്കറിയത്തില്ല. എങ്കിലും സ്വന്തം അമ്മയുടെ അടുക്കിൽ നിന്നും ഇറങ്ങി ഓടി വന്ന ആ കുഞ്ഞിനെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. 2006 നമ്മൾ ഓർഫനേജ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് രജിസ്ട്രേഷനൊന്നുമില്ല. നമ്മുടെ അമ്മാച്ചന്മാരോടൊപ്പം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ദൈവദാസന്മാരുടെ ആ ഒരു കെയർ ഓഫിൽ നമ്മളിങ്ങനെ ഓർഫനെ തുടങ്ങിയാണ്. ഇതിനെപ്പറ്റി നല്ല ബോധ്യം നമുക്കില്ല. എന്നാൽ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ്. 2007 ഞങ്ങൾ 2 വീടായിട്ട്, അപ്പം നമുക്ക് വലിയ വീടുകളൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് 1500 രൂപ വെച്ചുള്ള വാടകയുള്ള 2 വീടുകൾ പുറകിലും മുന്നിലുമായിട്ടൊക്കെ നമ്മളിങ്ങനെ എടുത്തിരിക്കുക. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ താമസിക്കുകയാണ്. 3 മുതൽ ഏതാണ്ട് അപ്പോഴത്തന്നെ ഒരു 22 കുഞ്ഞുങ്ങളോളമായി. ഞങ്ങളുടെ അടുത്തുള്ള ഒരു മനുഷ്യൻ എന്നെ ഇച്ചിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഗ്യാസ് തീർന്നു പോയി. പെട്ടെന്ന് ഈ മനുഷ്യന് ഗ്യാസ് തീർന്നു. ഞാൻ കൊണ്ട് അത് വെച്ചിട്ട് റൂമിലോട്ട് കയറി വരികയും ഒരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് കൊച്ചുങ്ങളെല്ലാം കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, അങ്കിൾ വീടിന് തീ പിടിച്ചു. ഞാൻ പെട്ടെന്ന് വെളി ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് വെന്റിലേഷനകത്തോടൊക്കെ നമുക്ക് തീ കാണാം. അവർ കുക്ക് ചെയ്യുന്ന സ്ത്രീ അവർ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത സമയത്ത് എന്തോ സ്ലിപ്പായതാന്ന് തോന്നുന്നു. തീ കയറി പിടിച്ചു. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് തകർന്നു പോയ ഞാൻ എന്ന് പറഞ്ഞാൽ ആ വീട് തകർന്നാൽ പോലും നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെന്നെ അവിടെ തടഞ്ഞു നിർത്തി, നിങ്ങളിവിടെ നിൽക്കേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു മനുഷ്യൻ അവിടെ വരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു തീ പിടിച്ചതാണ്. എവിടെയാണ് ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്നടുത്താണ് ഇരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ അകത്ത് പോയി ഈ സിലിണ്ടർ എടുത്തുകൊണ്ട് വന്ന് ഓഫ് ചെയ്ത് വെളിയിലിട്ടു. അപ്പോൾ തന്നെ അതിനകത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും തീ കെട്ടായിരുന്നു. തീ കെട്ട് കഴിഞ്ഞിട്ടും ഈ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അതുകൊണ്ടാണ് ആർക്കും അകത്ത് കയറാൻ പറ്റാഞ്ഞത്. എന്നാൽ ഈ മനുഷ്യൻ ഈ ഗ്യാസ് കൊണ്ടുവന്ന് വെളിയിലിടുകയും ഫയർ എഞ്ചിൻ്റെ സൗണ്ടും കൂടി കേൾക്കുക. കാരണം നാട്ടുകാർ ഫയർ ഫോഴ്സിൽ വിളിച്ച് പറഞ്ഞതുപോലെ തീ കത്തുന്നുവെന്ന്. അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ മാറി തുടങ്ങി. അങ്ങോട്ടുള്ള റോഡുകളെല്ലാം ബ്ലോക്കായി. അപ്പോൾ ഫയർ എഞ്ചിൻ വരുന്നത് കണ്ട് എല്ലാവരും ഫയർ എഞ്ചിനെ നോക്കുകയും ഞാനും അങ്ങോട്ട് നോക്കുകയും ചെയ്തു. അതിനുശേഷം തിരിഞ്ഞ് ഈ മനുഷ്യന് ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഈ മനുഷ്യനെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. ഈ മനുഷ്യനെ വേറെ ആർക്കും അറിയത്തില്ല. ഈ മനുഷ്യനെ ഇതുവരെയും നമുക്ക് കണ്ടുകിട്ടാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. അത് ദൈവമാണോ ദൈവദൂതന്മാരാണോ അത് കേവലം മനുഷ്യരാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഇന്നും ഒരു സംശയം അവിടെ ഉണ്ട്. ഈ ഫയർ എഞ്ചിൻ വന്നു. അതിൻ്റെ ഇൻസ്പെക്ടർ ഇറങ്ങി കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി ഇതൊരു ചിൽഡ്രൻസ് ഹോമാണെന്ന്. അപ്പോൾ അവർ പോകാൻ നേരത്തെ എന്നോട് പ്രകാരം പറഞ്ഞു, ഈ ഓർഫനേജിൻ്റെ എല്ലാ ഡോക്യുമെൻസും കൊണ്ടുവരാനായിട്ട് പറയുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനൊരു സാധനം വേണമെന്നുള്ള കാര്യം എൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല. ഞാൻ ആരെയൊക്കെ വിളിച്ചു ചോദിച്ചു, അവരാരും എനിക്ക് രജിസ്ട്രേഷൻ്റെ കോപ്പി തന്നില്ല. കാരണം അത് പിന്നത്തിൽ പ്രശ്നമാകുമെന്ന് ഓർത്ത് അവർ തരാഞ്ഞതായിരിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് മുന്നേ ഇരുന്നു, സാറേ എനിക്കിത് ഇങ്ങനെ ഒരു സാധനങ്ങളൊന്നും അറിയത്തില്ല, എൻ്റെ ഇല്ല. അപ്പോൾ എന്നെ വിറയ്ക്കാനായിട്ട് തുടങ്ങി പേടിച്ച്. അപ്പോൾ അദ്ദേഹം ഒന്ന് ചോദിച്ചു, ഇതൊന്നും ഇല്ലാതാണോ നിങ്ങൾ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്നത്, അതിന് ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടല്ലോ. അതിനുശേഷം താൻ അകത്ത് പോയി അവരുടെ ഫയൽ എടുത്തുകൊണ്ട് വന്നൊരു പേപ്പറിനകത്ത് ഇപ്രകാരം എന്നോട് പറയും, പേപ്പർ എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടിരുന്ന് എഴുതരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൈ വിറയ്ക്കുന്നു, പേടിച്ചിട്ടായിരിക്കും, സാർ അങ്ങ് എഴുതിയാൽ മതി, ഞാൻ സൈൻ ചെയ്യാം. അങ്ങനെ അയാൾ തന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എഴുതി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ സൈൻ ഇട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് നിങ്ങളൊരു നല്ല മനുഷ്യനായെന്ന് തോന്നുന്നത് കൊണ്ടും ഇങ്ങനൊരു നല്ലൊരു ഓർഫനേജ് നിങ്ങൾ നടത്തുന്നതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്താൽ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടാകുന്ന വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെതായ രീതിയിൽ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അത് അങ്ങനെ പറഞ്ഞാൽ അപ്പോഴത്തന്നെ ഒരു സന്ധ്യ 7-7:15 ഈ ഫയർ എഞ്ചിൻ തിരിച്ചു പോന്നു. ഞാൻ ആ മതിലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എനിക്ക് ഓർഫനേജ് നടത്താനുള്ള ആഗ്രഹമില്ലായിരുന്നു, എനിക്ക് ഒറീസയിൽ വരാനുള്ള ആഗ്രഹമില്ലായിരുന്നു. ഇതെല്ലാം ദൈവം അനുവദിച്ചതിനനുസരിച്ച് ഞാനിത് ചെയ്തതാണ്. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അതിനുള്ള കാര്യങ്ങളുടെ അറിവ് എനിക്കില്ല, അതിനുള്ള പൈസ എൻ്റെ ഇല്ല. ആ സമയത്ത് ദൈവാത്മാവിനോട് സംസാരിച്ചതാണ്, മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ, എൻ്റെ കൃപ നിനക്ക് മതി. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് വന്നു. ഒരു പേപ്പർ എടുത്തു. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തൊന്നുമില്ല. ഞാനിങ്ങനെ എങ്ങനെയോ എഴുതാനായിട്ട് തുടങ്ങി. അതിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു, ഗ്രേസ് ഗോസ്പൽ മിനിസ്ട്രീസ് എ പെന്റിക്കോസ്റ്റൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ടു റീച്ച് ദ അൺറീച്ച്ഡ് എന്ന് പറഞ്ഞ് എഴുതി ചില കാര്യങ്ങൾ ഇങ്ങനോട് എഴുതുവാനായിട്ട് തുടങ്ങി. ആ എഴുതിയ കാര്യങ്ങളുമായിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് രജിസ്ട്രേഷന് വേണ്ടി പോകണം. അപ്പോൾ എൻ്റെ പൈസയില്ല. ഞാനിങ്ങനെ വീടിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഗ്യാസ് തന്ന മനുഷ്യൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഇച്ചിരി പൈസ തന്നു. ആ പൈസ എല്ലാം കൂടിയാണ് കണക്ക് പോയിട്ട് ഏതാണ്ട് 2300 രൂപയോളം ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ ഈ പൈസയും കൂടി കൊണ്ടുപോയി ഞാനൊരു ഏജൻസിയെ കണ്ടു, കൺസൾട്ടൻസി. അവരോട് പറഞ്ഞു, സാറേ എനിക്കിങ്ങനൊരു രജിസ്ട്രേഷൻ ചെയ്യണം.
അപ്പോൾ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഗ്രേസ് ഗോസ്പൽ മിനിസ്ട്രീസ് പെന്റിക്കോസ്റ്റൽ കരിസ്മാറ്റിക് അദ്ദേഹം പറഞ്ഞു ഇത് ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്, ഇതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു സാറേ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ സാർ അത് ചെയ്യ്, എത്ര രൂപ ആകും? 2300 രൂപ ആകുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് 2300 രൂപ അദ്ദേഹം തന്ന എൻ്റെ ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങൾ എടുത്തു കൊടുത്തു. ദൈവം അത്ഭുതം ചെയ്തു. സബ് കളക്ടർ ഓഫീസിൽ അത് ട്രസ്റ്റായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ തന്നു. ഇന്ന് ഗ്രേസ് ഗോസ്പൽ മിനിസ്ട്രിക്ക് 30-ൽ പരം ചർച്ചകളുണ്ട്. ഓർഫനേജിൽ ഏതാണ്ട് 40 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു. അതിൽ 9 കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചു പോയി. ചില കുഞ്ഞുങ്ങൾ അവർ ഫർദർ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ അവിടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൻ്റെയും എക്കോ ഐ ഹോസ്പിറ്റലിൻ്റെയും സഹായി ഫൗണ്ടേഷൻ്റെയും പാർട്ട്ണർഷിപ്പോടുകൂടി നമ്മൾ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു. ഏതാണ്ട് 163-ൽ പരം ആൾക്കാർക്ക് കാറ്ററാക്ട് ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. അനേകർക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻസ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ 100 കണക്കിന് വില്ലേജുകൾ വിസിറ്റ് ചെയ്യുവാൻ, 1000-കണക്കിന് ആൾക്കാരോട് യേശുവിനെ പറ്റി പറയുവാൻ, പലരെയും മെഡിക്കലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ, യേശുവിൻ്റെ പരിചയം കൊടുക്കുവാനൊക്കെ ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു. ചില ടൈലറിങ് സ്കൂളുകൾ അവിടെ ഇവിടങ്ങളായി നടക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അനുഗ്രഹീതമായ രീതിയിൽ ഗ്രേസ് ഗോസ്പൽ മിനിസ്ട്രീസിനെ റൺ ചെയ്യിപ്പാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ എനിക്കൊരു ഫോൺ വന്നു. ഇവിടെ അടുത്തുള്ള വില്ലേജ് അല്ല, കന്തമാളിൽ തന്നെ അലിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അലിഗുണ്ട എന്ന് ഒരു 10-18 കിലോമീറ്റർ വനത്തിനകത്തൂടെ യാത്ര ചെയ്യണം. അവിടെ മാതാവ് മാത്രമേ വളർന്ന് മാതാവ് മരിച്ചുപോയി, 2 കുഞ്ഞുങ്ങൾ അനാഥമായി. അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനൊരു ടാക്സി എടുത്ത് ഒരു അംബാസഡർ കാർ എടുത്ത് ഞങ്ങൾ ഇവിടെ വില്ലേജ് വിസിറ്റ് ചെയ്യുകയാണ്. വില്ലേജിൻ്റെ അകത്ത് ചെന്നപ്പോഴത്തേന് കാര്യങ്ങൾ അവൻ്റെ ഒരു സാഹചര്യങ്ങൾ മാറി. അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടമായിട്ട് ആൾക്കാരുണ്ട്. ഒരാളിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, ആ പാതിരി എന്നാ? ഞാൻ പറഞ്ഞു हाँ പാതിരി. अब हिलपन्ना में रहता है और गंजम डिस्ट्रिक्ट के बरामपुर में. ഞാൻ പറഞ്ഞു हाँ सर मैं बरामपुर में रहता है. आपका एक काला वाला ബുള്ളറ്റ് है. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ മേർക്ക് ഹിന്ദി ഇത്തന പത നഹി, മേ ഒഡിയ മേ ബാത് കരേഗ, ആപ്പ് ഹിന്ദി മേ ബോലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആപ്പ് ക്യോं ഡർ रहा है? ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സംഗതിയുടെ കിടപ്പ് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് അവർക്ക് ഈ ഓർഫനേജുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒറിയായി സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെന്നുപെട്ടത് ഒരു നക്സൽ ഗാങ്ങിൻ്റെ അകത്താണ്. അവരെന്നെ ഉപദ്രവിച്ചുകളൊന്നുമില്ല. എങ്കിലും എൻ്റെ ഡ്രൈവർ വണ്ടിയിലിരുന്ന് അവന് അവൻ്റെ മൂത്രം പോലും അറിയാതെ പോയ ഒരു സന്ദർഭം ഞങ്ങൾ ഓർക്കുകയാണ്. അവർ എന്നെ വിളിച്ചു, സംസാരിച്ചു. ഇന്ന് രാത്രി ഇവിടെ താമസിച്ചാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ അവരുടെ ഒരു മീറ്റിംഗ് നടക്കണം, അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ മനുഷ്യന് ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഭയപ്പെട്ടു പോകും. അത്രമാത്രം ഭയങ്കരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ. ഏതായാലും പറഞ്ഞു വിടട്ടെ, ആ കുഞ്ഞിനെ അവർ ഞങ്ങൾക്ക് തന്നില്ല, അവർ തന്നെ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുപോരാനായിട്ട് തുടങ്ങി. അദ്ദേഹം അന്ന് അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു 18 കിലോമീറ്റർ വരെ നിന്നെ ആരും നോക്കത്തില്ല, നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. കാരണം 18 കിലോമീറ്റർ വരെ ഞങ്ങളുടെ ആൾക്കാരവിടെ ഉണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു CRPF ഒരു പെട്രോളിംഗ് കാണും അവിടെ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മിണ്ടാൻ പാടില്ല, നിനക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വിടുവാനായിട്ടിടയായി. സുവിശേഷ വേലയിലായിരുന്ന സമയത്ത് ഒത്തിരി പ്രതിബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, എൻ്റെ മൂത്ത മകൾ 2001 ജനിച്ചു. ഞങ്ങൾ അവിടെ ഇതുപോലൊരു വണ്ടി ടാക്സി എടുത്തിട്ട്, ഞങ്ങൾക്ക് വാഹനമുള്ള സമയങ്ങളല്ല, ഒത്തിരി ദൂരമുണ്ട്, കുഞ്ഞുകൊണ്ട്, അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിങ്ങനെ തുമ്പടിബന്ത് എന്ന് പറഞ്ഞ കുർത്തംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ വണ്ടി ഇട്ടിട്ട് ഒരു വില്ലേജ്, ഒരു മലയിലേക്ക് ഞങ്ങളിങ്ങനെ കടന്നുപോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഞങ്ങളുടെ വണ്ടിയുടെ പിൻവശത്ത് കൊടി കുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സായിറാം എഴുതിയിരിക്കുന്ന ഒരു സ്റ്റിക്കറുണ്ട്, അതെല്ലാം അവർ പറിച്ച് കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ ജാർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളെ കത്തിക്കാൻ വേണ്ടി ചെയ്തതാണ്. സ്വാമി ലക്ഷ്മണൻ സരസ്വതി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിന്നോട് എത്ര നാളായിട്ട് ഇവിടുന്ന് പോകാനായിട്ട് പറയുക, നീ അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല, നീ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടി വിളിച്ച് അകത്തോട്ട് കയറിക്കോ, ഞങ്ങൾ നിന്നെ ഇവിടെ വെച്ച് കത്തിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയപ്പെട്ട ഏറ്റവും വലിയ സന്ദർഭം. ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി,
അവൾ എന്ത് തെറ്റ് ചെയ്തു? 4 മാസം മാത്രം പ്രായമല്ല ഉള്ളോ? അവൾ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ 3 പേരും ഇവിടെ വെച്ച് തീരുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഇന്ന് ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് നോക്കിയത് ഇന്നും അവിടെ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ്. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. എന്നാൽ അത്ഭുതകരമായി അതിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു ചെറിയൊരു കാറ്റും ഒരു മഴയും മാത്രം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കൊണ്ടിരുത്തുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട്, നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് വിട്ടോളാൻ പറയുന്നു. അവൻ ആ വാക്കുകൾ കേട്ട് വണ്ടി എടുക്കുന്നു. ഇങ്ങനെ അത്ഭുതകരമായിട്ട്, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നു, അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായി. 2006 എൻ്റെ അനിയനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അവന് ഒറീസയിൽ വേനൽ അവധികാലത്തെ മിനിസ്ട്രി ചെയ്യുവാനായിട്ട് കടന്നു വന്നു. അവന് വന്ന രാത്രി ഞാനും അവനും കൂടി ഗഞ്ചത്തുള്ള നമ്മുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. 7:15 വെച്ച് ഞങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞ് ചായയും കുടിച്ച് ഞങ്ങൾ പോയ വാഹനത്തിൽ ഞങ്ങൾ ബൈക്കിൽ തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു വനത്തിൻ്റെ അതിർത്തിയോട് അടുക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ, ഒരു CD100-ൽ 3 യൗവനക്കാർ ഞങ്ങളുടെ വണ്ടിക്ക് ക്രോസ് ചെയ്യും. അവരിറങ്ങിയിട്ട് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങൾ 2 പേർ ഇറങ്ങി. ഞങ്ങൾ 2 പേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കഴുത്തിന് തോക്കുണ്ട്. ഒരു നിമിഷം എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത നിമിഷം ഞങ്ങളുടെ പാട്ടുപുസ്തകവും വേദപുസ്തകവും ബാഗും എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടുപോയി. എന്നാൽ അന്ന് ആണ് ഈ റിലയൻസ് മൊബൈലൊക്കെ ഇറക്കുന്നത്. ഞാനിങ്ങനെ സാധാരണ ജുബയാണ് ധരിക്കുന്നത്. ഈ ജുബയുടെ പോക്കറ്റ് ഒരു ചെറിയൊരു, അന്ന് റിലയൻസ് 500 രൂപയ്ക്ക് ഇറക്കിയ ഒരു മൊബൈലുണ്ട്. ആ മൊബൈൽ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അത് മാത്രം അവർക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ എല്ലാം സെക്കൻഡുകൾക്ക്, മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. അനിയൻ്റെ കഴുത്തിന് തോക്ക് പിടിച്ചിരുന്ന ആൾ പെട്ടെന്ന് തോക്ക് ഉയർത്തിയിട്ട് അതിൻ്റെ തോക്കിൻ്റെ പാത്തി വെച്ച് അനിയൻ്റെ തല അടിച്ചു പൊട്ടിച്ചു. ക്ലെമൻസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ഇത് കണ്ടിട്ട് വളരെ ഭയവിഹീതനായി. ഞാൻ ആ സഹോദരന്മാരുടെ പ്രകാരം പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങൾ 2 സഹോദരന്മാരെ ഉള്ളൂ, ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഹനം എടുത്തു. അതൊരു പുതിയ വാഹനമായിരുന്നു, ഒരു ദൈവദാസൻ വാങ്ങിച്ചു തന്നൊരു വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ചാവി കൊടുത്തു. പെട്ടെന്ന് അവർ ആ വാഹനത്തിൽ നോക്കി. ഹീറോ ഹോണ്ട ആംബിഷൻ അന്നിറങ്ങിയ സമയങ്ങളാണ്. അവർ ആ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളെ ചെറുതായിട്ടൊരു കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് അവരവിടുന്ന് പോയി. എൻ്റെ അനിയൻ, ഇന്ന് എനിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്, എൻ്റെ അനിയൻ എന്നെക്കാളും നല്ല വണ്ണവും നീളമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കർച്ചീഫ് കൊണ്ട് ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ പെയ്യെ ഞാൻ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വാഹനത്തിനൊക്കെ കൈ കാണിച്ചു. പക്ഷേ വാഹനങ്ങൾ ആരും നിർത്തില്ല. എല്ലാവരും ഓർത്തത് പരസ്പരം അടി ഉണ്ടാക്കി കിടക്കുന്ന എന്തോ ആൾക്കാരായിരിക്കും എന്ന് ഓർത്തു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു ഹൈന്ദവ സുഹൃത്ത് തന്നെ തൻ്റെ സ്കൂട്ടറിൽ വന്ന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഇടയായി. എന്നാൽ ഈ വാഹനം എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സംശയം കാണുമായിരിക്കും. ആ വാഹനം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ വാഹനം കൊണ്ടുപോയവർ തന്നെ എന്നെ വിളിച്ചു. അവർ പ്രകാരം പറഞ്ഞു, ഞങ്ങൾ ചെയ്ത തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ വാഹനം എടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കൊട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഞങ്ങളിത് ചെയ്തത്. ഈ വാഹനം എടുത്തന്ന് മാത്രം ഞങ്ങൾ രാത്രിയിൽ വാഹനം ഓടിച്ചു. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളൊരു ഗോഡൗണിൽ കൊണ്ടുവച്ചെങ്കിലും ഈ വാഹനത്തെ ഞങ്ങൾ തൊടാൻ കഴിയത്തില്ല. ഇതിന് മുമ്പിൽ ആരോ നിപ്പുണ്ട്. ഈ വാഹനത്തെ തൊടുമ്പോൾ എന്തോ ഒരു കറണ്ട് ഞങ്ങളുടെ ശരീരത്തോട് പാസ് ചെയ്യുന്നു. അങ്ങനെ മുട്ടിന് വേദനയായിട്ട് എഴുന്നേക്കാൻ വയ്യാതെ ഒരുത്തൻ അവിടെ കിടപ്പിലാണ്. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങളോട് വേറെ ഒരാൾ പറഞ്ഞു. അതിനുശേഷം നീ ഒരു കാര്യം ചെയ്യണം, ഈ വാഹനം ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വാഹനം കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, കാരണം അത് FIR ഉണ്ട്. അത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ ആ പോലീസുകാർ ഞങ്ങളെ ഇൻഫോം ചെയ്ത് ഞങ്ങൾക്ക് വാഹനം കൊണ്ടുവരാനായിട്ട് കഴിയും. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, അതിനു മുമ്പ് നീ ഈ മുട്ട് വയ്യാത്തവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഫോണിൽ കൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ മുട്ടുവേദന മാറി. അതിനുശേഷം എപ്പോൾ ഞാൻ അതുവഴി പോയാലും അവർ കണ്ടാൽ എന്നെ വന്ന് കാണും. അവർ ഒരു ചായയെങ്കിലും വാങ്ങിച്ചു തരും. ഇതുവരെ അവർ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, എങ്കിലും 2-3 പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരുടെ ഭവനത്തിൽ പോകാനൊക്കെ ദൈവമായ കർത്താവ് എനിക്ക് സമയമൊക്കെ ഒരുക്കി തന്നിരുന്നു. അങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മരണകരമായ കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് മധ്യത്തിലെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് 4 പെൺമക്കളാണ്. അതിനോടൊപ്പമാണ് ഈ 36 കുഞ്ഞുങ്ങൾ. 40 കുഞ്ഞുങ്ങളും പിതാവും മാതാവുമാണ് ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് 9ഓളം കുഞ്ഞുങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി. ഇതിനിടയിൽ ഒരു കുട്ടി, അവരുടെ മാതാവ് മാത്രമേ ഉള്ളൂ, പിതാവില്ല.
ഒരു ദൈവദാസനാണ് ഈ കൊച്ചിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അവൾ MSW വരെ പഠിച്ചൊരു കുട്ടിയാണ്. അതുകൊണ്ട് വിവാഹം നടത്താനായിട്ട് ആരുമില്ല. ഇവർ ഞങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി അവിടെ വിവാഹമെല്ലാം ഉറപ്പിച്ചതാണ്, പക്ഷെ നടത്തുവാനുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെ ഞാനത് നടത്തി കൊടുക്കാമെന്ന് ഏറ്റു. അപ്രകാരം ഞങ്ങൾ ഈ വില്ലേജിൽ പോയി വിവാഹം നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോൾ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേന് ഏതാണ്ട് ഉച്ച കഴിഞ്ഞു. 5 മണി ആയപ്പോഴാണ് അവർ ലഞ്ച്, അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ ഫുഡ് തരുന്നത്. അത്രയും സമയം ഞങ്ങൾ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു വനത്തോട് ചേർന്ന ഒരു പാറയുടെ മുകളിൽ ഞങ്ങൾ കുറച്ച് പാസ്റ്റർമാരുടെ ഭാര്യമാർ, ഞാനും വൈഫും കൂടി അവിടെ ഇരിക്കുക. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. തിരിച്ച് ഭവനത്തിൽ മടങ്ങി വന്നു. അന്ന് തൊട്ട് അവളുടെ കാലിൽ ഒരു നീരുണ്ടായിരുന്നു. ആ നീര് പിന്നത്തിൽ കൂടി അത് പിന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ആയി, ചുമന്ന നിറത്തിലായി, പിന്നെ അത് കറുത്ത നിറമായി. അന്ന് തുടങ്ങിയ പനി ഇങ്ങനെ കണ്ടിന്യൂവേറ്റ് ചെയ്തു. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ബറാംപൂരിൽ അല്ലെങ്കിൽ ഒറീസയിലുള്ള ഹോസ്പിറ്റലിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിശാഖപട്ടണത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഒരു 12 ദിവസത്തോളം അവിടെയായിരുന്നു. കിഡ്നിയുടെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. പക്ഷേ കിഡ്നിക്ക് അവരുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്, ആൽബുമിനും ഒക്കെ പൊട്ടാസ്യം ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കിഡ്നിയുടെ ഡാമേജായിട്ടൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ തള്ളി. അതിങ്ങനെ അവളെ ഞാൻ ബിലീവേഴ്സിൽ കൊണ്ടുവന്നു. ഏതാണ്ട് 48ാമത്തെ ദിവസം പനി മാറി. ബയോപ്സി 2 ചെയ്തു. എങ്കിലും അവർ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് വനത്തിൽ നിന്നും എന്തോ ഒരു പോയിസണുള്ള വിഷമുള്ള ഉറുമ്പോ മൂട്ടയോ എല്ലാം കടിച്ചതായിരിക്കുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവളും അനുഭവിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിലും പല സമയങ്ങളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി. അതെല്ലാം ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവഹിതം കാണും. ഒരിക്കൽ ഞാൻ എല്ലാ വില്ലേജുകളും വിസിറ്റ് ചെയ്യും. ബൈക്കായ സമയത്ത് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഒരിക്കൽ ഒരു വില്ലേജിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ബൈക്കിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത് വിസിറ്റിങ്ങിന് വേണ്ടി, ഞാനും എൻ്റെ സുഹൃത്തുമുണ്ട്. അവിടെ ഒരു 6 പേരെ സ്നാനപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. സ്നാനം കഴിഞ്ഞ് കരയ്ക്ക് കയറുമ്പോൾ എൻ്റെ ശരീരത്തിന് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്, എനിക്കത് മനസ്സിലായി. ഞാൻ എൻ്റെ ആ സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് ഭവനത്തിലേക്ക് മടങ്ങി പോകാം, ഇനിയും വില്ലേജുകളൊന്നും വിസിറ്റ് ചെയ്യേണ്ട. ഞങ്ങൾ ഭവനത്തിൽ വന്നു. ഇങ്ങനെ ഞാൻ സോഫ സെറ്റിട്ടിരിക്കുന്നു. സോഫ സെറ്റിൽ ഞാനിങ്ങനെ ചരിഞ്ഞ് താഴോട്ട് വീഴുന്നു. എന്നോട് എന്ത് പറ്റിയെന്ന് വൈഫും പിള്ളേരും ഒക്കെ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. നാക്ക് താണുപോയതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ എന്നെ വീണ്ടും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. ആ സമയത്ത് മനസ്സിലായി മലേറിയ ബ്രെയിന് കയറിയതാണ്, സെർബർ മലേറിയ. അതുകൊണ്ട് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അവസ്ഥ ഒന്നുകൂടെ അങ്ങ് വൾഗറായി. അങ്ങനെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലാണല്ലോ, അവരെന്നെ ഭവനത്തിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ. പേരൻസിനെയൊക്കെ വിളിച്ച് എൻ്റെ മാതാവൊക്കെ വന്ന് എന്നെ കാണുന്ന ആ സമയങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന്. എന്നാൽ എൻ്റെ വിശ്വാസം പ്രാവർത്തികമാകാതെ പോയ ഒരു സംഭവമാണത്. 1 ദിവസമായി, 2 ദിവസം, 3 ദിവസമായി ദൈവം എന്നെ സൗഖ്യമാക്കുന്നില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടോ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നും. കർത്താവ്, ഞാൻ ഇവിടെ തീർന്നു പോയത് ഇതിനെയൊക്കെ ആര് നോക്കും എന്നുള്ള സങ്കടം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു 4-5 ദിവസമായപ്പോഴത്തേന് എനിക്ക് ചെറുതായിട്ട് സംസാരിക്കാം, എനിക്ക് എഴുന്നേറ്റ് എന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാൽ ബാത്റൂമിലൊക്കെ പോകാം എന്നുള്ളൊരു അവസ്ഥ എനിക്കുണ്ടായി. അപ്പോഴും എനിക്ക് പെട്ടെന്ന് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇച്ചിരി നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് നാട്ടിൽ വരാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വരാനുള്ള ആരോഗ്യവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദൈവദാസൻ റൂർക്കല്ലിൽ വന്ന് തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതായിരിക്കാം. താൻ ഒറീസയിലേക്ക് ബറാംപൂരിലേക്ക് കടന്നു വരുന്നു. ബറാംപൂരിൽ വന്ന് താൻ എന്നെ നാട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് താൻ ബാധ്യസ്ഥനായി. അങ്ങനെ അദ്ദേഹം എന്നെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നു. നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ രോഗിയാണെന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് വാഹനവുമായിട്ട് എന്നെ കൊണ്ടുവരാനായിട്ട് വരുന്നത്. പക്ഷേ നാട്ടിലോട്ട് വരുന്ന സമയത്ത് തന്നെ എൻ്റെ ശരീരത്തിന് പൂർണ്ണമായ ഒരു സൗഖ്യം എനിക്ക് അനുഭവിക്കാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഒറീസയിലുള്ള എൻ്റെ മിനിസ്റ്ററുടെ സമയം തീർന്നു കാണും. എന്തായാലും ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ എന്നോട് പറ. ഞാൻ ഭവനത്തിൽ വന്നു. അപ്പോൾ എല്ലാവരും പല കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു. എനിക്ക് എൻ്റെ വലിയപ്പ, മമ്മി അവരെല്ലാം എന്നെ വളരെ സ്നേഹിക്കുന്നവരാണ്. അവരൊക്കെ ഓർത്തിരുന്ന് എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും. കാരണം ഞാൻ ഇവിടുന്ന് ഒറീസയ്ക്ക് പോയി, അവിടുത്തെ കാര്യവരുകളെ കല്യാണം കഴിച്ചു, പിന്നെ കുഞ്ഞുങ്ങളെ പോരായിരുന്നു, കുറേ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി, ഫിനാൻഷ്യലായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, സ്വന്തമായിട്ട് വീടില്ല, അങ്ങനെ പലവിധമായ വിഷയങ്ങൾ കാണുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വലിയപ്പ എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ ഇരിക്കേണ്ടത്, നമുക്ക് തിരുവനന്തപുരത്തിന് പോകാം ഉപ്പാപ്പനെ വിളിക്കാനാണ്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൊട്ടാരക്കര കഴിയുമ്പോൾ എനിക്കിങ്ങനെ തുരുതുരിയായി ഫോൺ വരുന്നുണ്ട്.
ചില ഫോണുകൾ കട്ടായി പോവുക. എന്നാൽ ഇതിൻ്റെ ഇത്രയുമേ ഉള്ളൂ, അതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരാൾ സംസാരിക്കുകയാണ്, ബിജു നീ എവിടെയാ, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, വനത്തിൽ കൂടെ ഒക്കെ ഓടിക്കുമോ, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട, ടൗണിലോട്ട് വരാനായിട്ട് ചിന്തിക്കണ്ട, നീ തിരിച്ചു പറയാനുള്ള സമയം ഇല്ലെന്ന് എനിക്കറിയാം, എത്രയും പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാൻ നാട്ടിലുണ്ട്, എന്താ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി ലക്ഷ്മണ സരസ്വതിയെ നക്സലേറ്റ് ഷൂട്ട് ചെയ്തു, നിങ്ങളെല്ലാം മെയിൻ ലിസ്റ്റിലുള്ളവരാണ്, നിങ്ങളെ ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാനായിട്ടിടയായി. ഞാനത് പറയാനുള്ള കാര്യം, ഞങ്ങളെ ഒക്കെ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന് എന്നെ മാറ്റണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സർബർ മലേറിയയുടെ ഒരു സിംറ്റം എനിക്ക് തന്ന് ബാധ്യസ്ഥനായിട്ട് ദൈവം എന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്ന അനുഭവങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഞാനും ചോദിച്ചു, കാരണം ഞാൻ 99 പോയി 2008 വരെ എനിക്ക് യാതൊരു പ്രശ്നങ്ങൾ, എന്താ അവിടുത്തെ മുനിസിപ്പാലിറ്റി വെള്ളം കുടിക്കുന്നു, അവിടെ തരുന്ന ആഹാരം കഴിക്കുന്നു, എനിക്കൊരു ഛർദിലോ വയറിളകമോ അല്ലെങ്കിൽ പനിയോ TB അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സർബർ മലേറിയ വന്നു, എന്നെ എന്തുകൊണ്ട് ദൈവം സൗഖ്യമാക്കുന്നില്ല എന്നതിനെപ്പറ്റി എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എന്നാൽ ആ സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും നിന്റെ ഹിതം ഭയങ്കരമാണ്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി, എന്നെ സഹായിക്കുവാൻ വേണ്ടി നീ എനിക്ക് സർബർ മലേറിയ എന്ന സിംറ്റത്തിലൂടെ നീ എന്നെ ദേശത്ത് നിന്ന് മാറ്റിയല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തെങ്കിലും 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇവിടുന്ന് കടന്നുപോയി. അല്ല, ഇപ്പോഴും ഈ ജാതി വ്യവസ്ഥ അതൊക്കെ ഉണ്ടോ? ജാതി വ്യവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ബ്രാഹ്മൺ ഡൊമിനൻ്റ് ഏരിയ ആണ്. അവിടെ നമ്മൾ ചെന്നാൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു തുറന്നു വെച്ചിരിക്കുന്ന ഒരു പൈപ്പ് അതൊന്ന് ഓഫ് ചെയ്യാൻ പോലുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം നമുക്കില്ല. കാരണം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഭാരജാതി തേറുകുലം, ക്രിസ്ത്യൻ ആയാൽ അതും പോയി എന്ന് പറഞ്ഞാൽ 12 ജാതിയും 13 കുലവും ക്രിസ്ത്യനായ അതിനും താഴെയാണ്. ക്രിസ്ത്യാനികളെ അൺടച്ചബിൾ ആയിട്ടാണ് അവർ കരുതുന്നത്. ഏറ്റവും താണ വർഗത്തിൽ കണ്ടത് നമ്മൾ അവർ പറയുന്നത്. സാറ് ഫ്ലുവൻ്റ് ആയിട്ട് ഒറിയ പറയുന്ന ആളാണ്, ഹിന്ദി പറയുന്നുണ്ട്, ഒറിയൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് വന്നു? ഹിന്ദി പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല, ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് കഴിയും. ഒറിയയിലെ പ്രസംഗിക്കും, വായിക്കും, എഴുതും. അത് ആക്ച്വലി വൈഫ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2ാമത്തെ മോളായപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പിന്നെ ഞാൻ ഒരു 21 ദിവസത്തെ ഒരു ഉപവാസം അത് ഒറിയയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒറിയയിൽ അതിന് 21ാമത്തെ ദിവസം ആശീർവാദം പറഞ്ഞു. അങ്ങനെ ഒറിയ പഠിക്കാനായിട്ടും പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോഴ് ഒറിയയിലെ മിക്കവാറും അല്ല 100% ഒറിയക്കാർ സംസാരിക്കുന്നവർ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും എനിക്ക് പ്രസംഗിക്കാൻ. ഈ കണ്ടമാളിലെ പീഡനവും ഗ്രഹാം സെൻസിന്റെ മരണവും ഒക്കെ വലിയ ഒരു പ്രശ്നങ്ങളായിരുന്നു. ഇന്നും ഗ്രഹാം സെൻസിന്റെ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആളുകളുടെ കണ്ണറിയാമെന്നറിയാം, എന്റെ കണ്ണ് അറിയാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതാണല്ലോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനൊരു പ്രേരണ. അപ്പം അതിനെക്കുറിച്ച് ഈ കണ്ടമാളിലെ പീഡനങ്ങൾ, അങ്ങനെയുള്ള കണ്ടമാളിലെ പീഡനത്തെക്കുറിച്ച് പാസ്റ്റർ തന്നെയാണ് ഞാൻ അവിടെ വരുമ്പോൾ എന്നോട് പറയുകയും നമ്മളവിടെ പോയി താമസിക്കുകയും കണ്ടമാളിലൊക്കെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറി. അന്നത്തെ ആ സാഹചര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അന്നത്തെ സാഹചര്യം ആദ്യമേ ഗ്രഹാം സ്റ്റെയിൻസ് മരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെട്ടു പോയല്ലോ. ഒറീസയിലോട്ട് ഒരാൾക്ക് പോകാൻ പറ്റുമോ, ഒറീസയിൽ അവർ ചുട്ടുകൊല്ലുമോ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ പേടി. അപ്പം നമ്മുടെയൊക്കെ പിതാക്കന്മാർക്കൊക്കെ സുവിശേഷ വേലയിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒറീസയിൽ പോകുന്നതിനോട് ഒരു താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, സുവിശേഷ വേലയോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും അവർ പിന്നെ കൊന്നുകളയുമല്ലോ എന്നുള്ളൊരു പേടിയായിപ്പോയില്ലേ. അപ്പോൾ അതൊരു ഭയങ്കര ആ സ്ഥലങ്ങളിൽ ചെന്ന് എന്നാൽ ഇപ്പോഴും നമ്മുടെ ചങ്ക് പൊട്ടും. അല്ല, ഈ മയൂർബഞ്ച്, ബാരിപ്പത, ഈ ഖേഞ്ചർ ഡിസ്ട്രിക്റ്റുകളൊക്കെ. കാരണം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ആ സമയങ്ങളിൽ ഞാനിങ്ങനെ ഒരു വില്ലേജ് കൂടി യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ഡ്രൈവർ പ്രകാരം പറഞ്ഞു, സാറേ ഈ റോഡ് കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. അന്ന് പണ്ട് ഗ്രഹാം സ്റ്റെയിൻസ് ഉള്ളപ്പം ഈ കലുങ്കില്ല, ഇതുവഴി താഴെ കൂടെ പോകേണ്ടത്. പക്ഷേ ഇവിടെ വരുന്നതുകൊണ്ട് റോഡില്ല. ഈ റോഡല്ല, അദ്ദേഹം വെട്ടിയ റോഡാണ്. അതായത് ഇവിടെ റോഡില്ലെങ്കിൽ അദ്ദേഹം ജീപ്പിൽ നിന്ന് ഇറങ്ങും. പിക്കാസ്, കമ്പി, മമ്മട്ടി ഇതെല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ മാർഷൻ്റെ അകത്തുണ്ട്, ഈ മഹീന്ദ്രയ്ക്കകത്തുണ്ട്. താൻ ഒരു ഹാഫ് പാൻറ്റും ഒരു ബനിയനും ഇട്ടേക്കുന്നത്, താൻ ഈ കമ്പിയും പിക്കാസും കൊണ്ടൊക്കെ ഇറങ്ങി റോഡ് വിട്ടു. കല്ലൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് റോഡുണ്ടാക്കി അതുവഴി വണ്ടി കൊണ്ടുപോയാണ് വില്ലേജിനകത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നത്. അവിടെ ഉള്ളവരോട് സുവിശേഷം ദൈവസ്നേഹത്തെ പറ്റി പറയും. അവിടെയുള്ള ആ വില്ലേജിൽ ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നേരെ അവർ വീട്ടിൽ കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു ചെയ്ത്. അതൊക്കെ കേട്ടപ്പോഴത്തേന് സത്യത്തിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി സത്യത്തിൽ. കാരണം ആ വഴിയിലോട്ട് നിൽക്കുമ്പോൾ അവിടെ എല്ലാം ആ വില്ലേജിലെ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് കരയുന്നു. നമുക്കത് ഒന്ന് കാണേണ്ടത് തന്നെ. പക്ഷെ എന്നാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ ഏരിയയിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു സ്മാരകം പോലും ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ട്. അത് വേറെ കാര്യം. ഇത്രയും ക്രിസ്ത്യാനികളും പിന്നെ ഇത്രയും ഗ്രഹാം സെൻസിന്റെ കാര്യങ്ങൾ പറയുന്ന അനേക ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഒരു മെമ്മോറിയലായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ഇവർക്കാർക്കും കഴിഞ്ഞിട്ടുമില്ല. അതാണ് വേറെ എന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹത്തെ തന്നെ പുകഴ്ത്തിക്കൊണ്ടുവരുന്ന, അദ്ദേഹമാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്ന പല വലിയ വലിയ ഓർഗനൈസേഷൻകാർക്ക് അവർക്ക് തുച്ഛമായ രീതിയിൽ അവർ ചെയ്യാമായിരുന്നു. എന്നാലും ആരും ചെയ്തില്ല. സാർ, ഈ കണ്ടമാളിലെ പീഡനത്തെ കുറിച്ച് ഉള്ള ഓർമ്മകളൊന്ന് പറയാമോ? 2008 കണ്ടമാള പീഡനം ആരംഭിക്കുന്നത്. 2007 അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 2007 ക്രിസ്മസിനാണ് സത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ബ്രാഹ്മണിക എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ക്രിസ്മസ് പ്രോഗ്രാമിന് വേണ്ടി അവർ എല്ലാം പ്രൊജക്റ്റ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് പ്രശ്നങ്ങളുടെ ആരംഭം. എന്നാൽ അത് അങ്ങ് ശാന്തമായെങ്കിലും 2008 നക്സലേറ്റ് ഈ സ്വാമി ലക്ഷ്മണൻ സരസ്വതിയെ വെടിവെച്ച് കൊല്ലുന്നത്. അതിന് കാരണം ഇദ്ദേഹം ക്രിസ്ത്യാനിയോട് ഭയങ്കര വിരോധമായിരുന്നു. പല ക്രിസ്ത്യൻ 2007 ക്രിസ്മസ് പ്രോഗ്രാം തന്നെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടി, അത് കോലാഹലമാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രമമുണ്ട്. ക്രിസ്ത്യാനികൾ പിന്നെ വില്ലേജിൽ നിന്നും പിന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ, ആരെങ്കിലും വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തു, ക്രിസ്ത്യാനികളെ വിട്ടേക്കാൻ. പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല. പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കി. ലാസ്റ്റ് ഈ നക്സലേറ്റ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പിന്നെ കൊല്ലുന്ന സമയത്ത് സത്യത്തിൽ അവരുടെ ആൾക്കാർ തന്നെ ഒരു കാര്യം, ഒരു അജണ്ട അവർ പൂർത്തീകരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ക്രിസ്ത്യാനികളെ നശിപ്പിക്കുക എന്നുള്ളത്. അന്ന് സംഭവിച്ചില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് അന്ന് സംഭവിച്ചില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ചിട്ട് അവരിപ്രകാരം ഡിക്ലെയർ ചെയ്തു, നമ്മുടെ ഗുരുവിനെ, നമ്മുടെ സ്വാമിജിയെ ക്രിസ്ത്യൻസ് വെടിവെച്ച് കൊന്നു, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ മൊത്തം നശിപ്പിച്ചേക്കാൻ അവർ ആദിവാസികൾക്ക് അവർക്ക് നമ്മളിപ്പോൾ ചിന്തിക്കാനോ അവർ പിന്നെ എഡ്യൂക്കേറ്റഡുമല്ല. അവർക്ക് അവിടെ നിന്ന് ന്യൂസ് വരുന്ന സമയം ന്യൂസ് തൊട്ട് അവർക്ക് കേൾപ്പിച്ചിട്ടുമില്ല. അവരോട് പറഞ്ഞ കാര്യം ക്രിസ്ത്യാനികളെ അവരെ കൊന്നത്. അതിനുശേഷം ഇവർക്ക് എന്തോ ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ ഇവരെല്ലാം അവരുടെ കയ്യിലുള്ള ഈ ആദിവാസികളുടെ ആയുധങ്ങളുമായിട്ട് അവരെല്ലാം പുറത്തു വന്നു. അവരെ കന്തമാൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഔട്ടിൽ നിന്ന് വന്നവർ അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു. അവരോടൊപ്പം നിന്നു. ബോംബുകളും മറ്റും വെളിയിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. അവർ ബോംബുകൾ ചർച്ചുകളിലേക്ക് ഇട്ടു. വീടുകളുടെ അകത്ത് കയറി ചെന്ന് പിന്നെ അപ്പനെയും അമ്മയും വെട്ടിക്കൊന്നു. കുഞ്ഞുങ്ങളൊക്കെ ഓടി. പിന്നെ വെളിയിൽ നിന്ന ആൾക്കാരും അവിടുത്തെ ആൾക്കാരും തന്നെ ഭാര്യമാരെയൊക്കെ പിന്നെ ഭർത്താക്കന്മാരെ മരത്തെ കെട്ടിയിട്ട് ഭാര്യമാരെ റേപ്പ് ചെയ്തു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും റേപ്പ് ചെയ്ത് കൊന്ന് കിണറ്റി താത്തു. ദൈവദാസന്മാരെ വെട്ടി കൊന്ന് കത്തിക്കുന്ന ഈ ചർച്ച് ബിൽഡിങ്ങിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. ഈവൻ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച കുഞ്ഞുങ്ങൾ BCom അല്ലെങ്കിൽ BA ഒക്കെ ചെയ്ത കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ആധാർ കാർഡുകളില്ല, ഇലക്ഷൻ ഐഡൻറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, എല്ലാം കത്തിച്ചു കളഞ്ഞവർ. മൊത്തത്തിൽ വീടുകളൊക്കെ ഉഴുതുമറിച്ച നിലയിലായിപ്പോയി. പലർക്കും തിരിച്ചു വരാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ. അവർ എവിടെയായിരുന്നു അവർ വീടുകളൊന്നും അറിയാൻ വയ്യാത്ത രീതിയിലാക്കി കളഞ്ഞു. അതിനേക്കാളും ഭയങ്കര വളരെ പേടിപ്പിക്കുകയും വേദനിപ്പിക്കുന്ന സംഗതിയാണ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, തോമസ് ഫാദറും സിസ്റ്റർ മിനിയും അവരെ കൊഞ്ചാമണ്ടി നോവാഗ അവർ പിടിച്ച് അവരെ ഹാഫ് നേക്കഡായിട്ട് ഏതാണ്ട് കിലോമീറ്ററുകൾ അവരെ പരേഡ് നടത്തി. ആ പരേഡുകൾ തിരിച്ചു വരുമ്പോൾ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, അവർ രണ്ടുപേര് മാത്രം അവരെ കൈകൾ പിന്നെ കെട്ടിയിരിക്കുക, അവർ റോഡിൽ കൂടെ നടത്തുകയാണ്. അന്ന് അവിടെ ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷൻ, ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഇച്ചിരി സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അന്ന് 4 പോലീസുകാർ നമ്മുടെ സാധാരണ തോക്കുമായിട്ട് നിൽക്കുക. അവരെ കൊണ്ടൊന്നും തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് ആ മിനിസ്റ്റേഴ്സിനെ അവർ ഗാങ് റേപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഗോഡൗൺ അടച്ചിട്ടൊക്കെയായിരുന്നു. ഏതോ ഒരു തദ്ദേശവാസി ആരും കാണാതെ രാത്രിയിലും കണ്ട അവരെ തുറന്നു വിട്ടു. വസ്ത്രമൊക്കെ കൊടുത്ത് അവരിങ്ങനെ വനത്തിൽ കൂടെ ഓടിയാൽ രക്ഷപ്പെട്ടു. അവരിപ്പോഴും ഉണ്ട്, ഒറീസക്കാരത്തിയാണ്. അതിൻ്റെ കേസും കാര്യങ്ങളും നടക്കുന്നെങ്കിലും കേസ് പലതും വിഡ്രോ ആക്കി, കാരണം ജീവന് ഭയം ഉള്ളതുകൊണ്ട്. എന്നാൽ ദൈവം തന്നെ പല കാര്യങ്ങൾ അവിടെ ചെയ്തു. ഇതിന് നേതൃത്വം വഹിച്ച പിന്നെ പകുതി മുക്കാൽ ആൾക്കാരും അവർ അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരാളെ മാത്രം നക്സലേറ്റ് ഷൂട്ട് ചെയ്തു. ചിലർ ബൈക്കുമായിട്ട് കൂട്ടി ഇടിച്ച് മരിച്ചുപോയി. ചിലർക്ക് എങ്ങനെയോ ആക്സിഡൻ്റ് ആയി. ചില വില്ലേജുകളിൽ ആന തകർത്ത വില്ലേജുകൾ കേസുകൾ ഓടുന്നുണ്ട്. പക്ഷേ പലതും വിഡ്രോ ചെയ്തിട്ടുണ്ട് കേസുകൾ. വളരെ ഒരു മനുഷ്യ മനസാക്ഷിയെ തന്നെ നെട്ടിപ്പിച്ച സംഭവങ്ങളായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും കന്തമാളിൽ പോകുമ്പോൾ കാണാനായിട്ട് കഴിയും.